നമസ്കാരം. ഒരു ഉച്ചച്ചൂടിനിടയിൽ നമ്മൾ മറ്റൊരു ഉരുൾപൊട്ടലിനെ പറ്റിയൊക്കെ ചർച്ച ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് സത്യം പറഞ്ഞാൽ വളരെ ചൂടേറിയ വിഷയം തന്നെയാണ് എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, അതിനപ്പുറത്ത് വരും മാസങ്ങളിൽ, വരും വർഷങ്ങളിൽ നമ്മുടെയൊക്കെ ജീവിതങ്ങളെ നേരിൽ തൊട്ട് പൊള്ളിക്കുന്ന അനുഭവങ്ങൾ വീണ്ടും കാത്തിരിക്കുന്നു എന്ന ആശങ്കകൾക്ക് നടുവിൽ കൂടിയാണ് നമ്മൾ ഇരിക്കുന്നത്. ഞാൻ ഷൈജ വന്നില്ല എന്ന് ചോദിച്ചത്, ഷൈജയെ ഞാൻ കാണുന്നത്, പരിചയപ്പെടുന്നത് മേപ്പാടി ആശുപത്രിക്ക് മുന്നിൽ വെച്ചാണ് ഇത്തവണ. വർഷങ്ങൾക്ക് മുമ്പ് പുത്തുമലയിൽ വെച്ച് അവരെ ഞാൻ കണ്ടിരുന്നു. അത് മറ്റൊരു ഉരുൾപൊട്ടലിന് നടുവിലായിരുന്നു. ഇത്തവണത്തെ ഉരുൾപൊട്ടലിന് പിന്നാലെ ഷൈജയുടെ ദൗത്യം കുറേ കൂടി ദുഷ്കരമായിരുന്നു. ആ പ്രദേശം അത്ര കൃത്യമായി അറിയുന്ന മറ്റൊരാളില്ല. ഓരോരുത്തരെയും എത്ര അകലെ നിന്നും എപ്പോൾ വച്ചും എവിടെ കണ്ടാലും അറിയാൻ മാത്രമുള്ള അടുപ്പമുള്ള ഒരാളാണ് ഷൈജ. ആ അറിവ് അവർക്ക് വലിയൊരു ശാപമായി മാറുന്നത് ഇത്തവണയാണ്. ഞാൻ കണ്ട് ഞെട്ടിപ്പോയത്. കാരണം അനാഥമായി കണ്ടെടുക്കുന്ന ശരീരഭാഗങ്ങളിൽ നിന്ന് ഇതാര് എന്ന് തിരിച്ചറിയേണ്ടുന്ന അതിസങ്കടകരമായ ഒരു ഉത്തരവാദിത്തമായിരുന്നു ഇത്തവണ ഷൈജ അവിടെ നിർവഹിച്ചത്. ഷൈജയും സീനത്തുമായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്ന രണ്ടുപേര്. ഓരോരുത്തരെയും അറിയാം എന്നുള്ളത് അവസാനത്തെ അറിവിൻ്റെ സങ്കടം അത്രയും ഉള്ളിൽ കലരുന്ന ഒരു ആ വേദന നിറയുന്നത് നമ്മൾ കാണുകയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവരെത്തിയോന്ന് ആദ്യം ചോദിച്ചത്. കാരണം ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾ 3 പേർക്കും അവിടെ ചെന്ന് കണ്ട അനുഭവങ്ങളെങ്കിൽ അവർ അത് അനുഭവിച്ചതാണ്. കർത്താവും സാത്താനും തമ്മിൽ ഒരു കുശലാന്വേഷണം നടത്തിയ കഥയുണ്ട് ബൈബിളിൽ. ആ കഥ എങ്ങനെയാണ്? കറങ്ങി തിരിച്ചെത്തുന്ന സാത്താനോട് കർത്താവ് ചോദിക്കുന്നു, എവിടെ നിന്ന്? ഞാൻ ഭൂമിയിലൊക്കെ പോയി മനുഷ്യർക്കിടയിൽ കറങ്ങി നടന്ന് തിരിച്ചു വരികയാണ്. ഭൂമിയിലോ? എൻ്റെ വിനീത ശിഷ്യനായ, എൻ്റെ വിശ്വസ്തനായ ഇയ്യോബ് അവിടെ ഉണ്ടല്ലോ. ഇയ്യോബിനെ നീ കണ്ടില്ലേ? സത്യസന്ധനായ മനുഷ്യൻ, നല്ലവൻ, ദൈവഭയമുള്ളവൻ. സാത്താൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്, നീ അവന് ചുറ്റും വേലി കെട്ടിയിരിക്കുകയല്ലേ, അവനെങ്ങനെ ദൈവഭയം ഉണ്ടാവാതിരിക്കും? അവൻ്റെ ദേഹത്തെ മാത്രം തൊടാതിരിക്കുക, അവൻ്റെ പ്രാണനെ തൊടാതിരിക്കുക, മറ്റെല്ലാം നിനക്ക് അധീനപ്പെട്ടിരിക്കുന്നു എന്ന് കർത്താവ് പറയുന്നു. ഇയ്യോബിൻ്റെ സന്തോഷങ്ങൾ ഓരോന്നോരോന്നായി സാത്താൻ അടർത്തിയെടുക്കുന്നു. പിറന്ന ദിവസത്തെ ശപിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഇയ്യോബിനെ ബുക്ക് ഓഫ് ജോബിൽ കാണാം. താൻ ഉരുവപ്പെട്ട നിമിഷത്തെ, താൻ ചാപ്പിള്ളയായി പിറക്കാതിരുന്നതിനെ, മുഴുവൻ സങ്കടങ്ങളും തൻ്റെ പ്രാണനിൽ അടിച്ചേൽപ്പിച്ചതിനെ ഒക്കെ ഇയ്യോബ് അതിശക്തമായി ചോദ്യം ചെയ്യുന്നുണ്ട് ദൈവത്തോട് മുഖാമുഖം നിന്ന്. മിനിസ്റ്റർ, ഒരുപാട് ഇയ്യോബുമാർ ഇപ്പോൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിൽക്കുകയാണ്. സാത്താൻ അങ്ങയുടെ ഭാഷയിൽ ഒരുപക്ഷെ ആ വിധത്തിലുള്ള, ഞാൻ കാൽപ്പനികമായി പറഞ്ഞതാണ് എന്ന് കരുതുക, പക്ഷേ നമ്മുടെ മനുഷ്യരെ വേട്ടയാടാൻ നിൽക്കുന്ന അതിശക്തമായ പ്രകൃതിക്ഷോഭങ്ങളുടെ, സങ്കടങ്ങളുടെ പെരുമഴക്കാലം വീണ്ടും എത്തുന്നു. നമ്മളിതാദ്യം കാണുകയല്ല. 2017 കട്ടിപ്പാറ, 2018 ബാണാസുര മല പൊട്ടിപ്പോകുമോ എന്ന് തോന്നുന്ന വിധത്തിലുള്ള ഒരു വലിയ പ്രളയം. ആ പ്രദേശത്ത് ആദ്യം ഒരൊറ്റത്ത് പൊഴുതന അടക്കമുള്ള മേഖലകൾ, അതിൻ്റെ വടക്കോട്ട് പോയാൽ വെള്ളമുണ്ട അടക്കം, മക്കിമല, കമ്പമല അടക്കമുള്ള മേഖലകളിലേക്ക് അത് കടന്നെത്തുന്നത് നമ്മൾ കണ്ടു. തൊട്ടടുത്ത വർഷം പുത്തുമല ദുരന്തമുണ്ടായി, അതേ വർഷം കവളപ്പാറയുണ്ടായി, അടുത്ത വർഷം പെട്ടിമുടി ഉണ്ടാകുന്നു. ഇത് നിരന്തരമാകുന്നു. നമുക്കിതിപ്പോൾ പെട്ടെന്നൊരു ഘട്ടം എന്ന് കാണാനാവില്ല. ഞാൻ ആദ്യം ഇതിൻ്റെ റീഹാബിലിറ്റേഷനിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് എന്താണ് ഇതിൻ്റെ ഒരു മിറ്റിഗേഷൻ വർക്ക് നമുക്ക് ചെയ്യാൻ, നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഷൈജ വന്നു. ഷൈജയ്ക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. നമ്മളെല്ലാവരും ഒരുമിച്ചായിരുന്നു ചൂരന്മലയിലെ മേപ്പാടിയിലെ ദുരന്ത ഭൂമിയിൽ. മധു ഇവിടെ
പറഞ്ഞ കഥ നമ്മളെല്ലാവരും കേട്ടു. ഞങ്ങൾ കർത്താവല്ല, പക്ഷേ കർത്താവിന് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അത്രയേറെ വേഗതയിലും അത്രയേറെ കരുത്തിലും ഒരു ദുരന്തത്തിനും ഇയ്യോബുമാരെ വിട്ടുകൊടുക്കാതിരിക്കാനുള്ള തയ്യാറെടുപ്പ് ചെയ്യാവുന്ന തലത്തിലെല്ലാം ചെയ്യണം എന്നാഗ്രഹിക്കുന്നവരാണ് ഞങ്ങളെല്ലാവരും. നമുക്ക് അതീതമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ട എത്രയോ ദുരന്ത ഭൂമികളുടെ ഓർമ്മകളിലൂടെ നമ്മളൊക്കെ കടന്നു പോവുകയാണ്. യഥാർത്ഥത്തിൽ 2018 ദുരന്തം ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്തതാണ്. IMDയുടെ മാത്രം പ്രവചനങ്ങൾക്ക് വിധേയമായി കൂടാ, നമുക്കതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട പലതും പ്രവചന സാധ്യമായിട്ടുള്ള പല സാധ്യതകൾ ഉപയോഗിക്കണം. നമ്മളിപ്പോൾ കേരളത്തിൽ തന്നെ IMD മാത്രമല്ല, സ്കൈമെറ്റും IBM ഗ്രാഫും നേരത്തെ IBM വെതറിനെയും നമ്മൾ സമീപിച്ചിരുന്നു. നാഷണൽ സെൻറ്റർ ഫോർ മീഡിയം റേഞ്ച് വെതർ ഫോർകാസ്റ്റും ഇങ്ങനെ തുടങ്ങി നമുക്ക് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് നൽകാൻ കഴിയുന്ന പ്രവചന ഏജൻസികളെ കൂടി എടുത്തിട്ടും പ്രവചനാതീതമായൊരു കാലാവസ്ഥയുടെ കേന്ദ്രമായി കേരളം പോകുന്നു എന്നുള്ളത് ദുഃഖത്തോടെ നമ്മൾ കാണേണ്ട ഒരു വസ്തുതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എനിക്ക് തോന്നുന്നു 2024 ഫെബ്രുവരി 4 മുതൽ 6 വരെ കൊളംബോയിൽ ചേർന്ന ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളുടെ ജലകാലാവസ്ഥ പ്രവചന യോഗത്തിൽ കേരളം ആവശ്യപ്പെട്ട 3 പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്നാണ് നമുക്ക് IMDക്ക് തന്നെ അല്ലെങ്കിൽ രാജ്യത്തിലെ വിവിധ ഏജൻസികൾക്ക് തന്നെ ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള എല്ലാ പ്രവചനങ്ങളെയും കൊണ്ടുവരാനും അത് ജനങ്ങളുടെ മുമ്പിൽ അറിയിക്കാനും പറ്റേണ്ടതുണ്ട്. ഞാനിപ്പോൾ അങ്ങ് പറഞ്ഞപ്പോൾ ഞാൻ മന്ത്രിയായി വന്ന കാലത്ത് ആദ്യമുണ്ടായ ഒരു ദുരന്തത്തിൻ്റെ ഓർമ്മയിലേക്ക് പോവുകയാണ്. മാർട്ടിൻ്റെ വീട്ടിലെ 5 പേരും അനാഥരായവരുൾപ്പെടെ മീനച്ചിലാറിൻ്റെ ഇരുകരകളിലുമായി 24 മനുഷ്യരുടെ ജീവൻ എടുത്തുകൊണ്ടുപോയതാണ് കൊക്കയാറും കൂട്ടിക്കലും. അന്ന് രാവിലെ IMDയുടെ പ്രവചനം കൊക്കയാറ് ഉൾപ്പെടുന്ന ഇടുക്കി യെല്ലോയിലാണെങ്കിൽ കൂട്ടിക്കൽ ഉൾപ്പെടുന്ന കോട്ടയം ഗ്രീൻ സിഗ്നൽ കിട്ടിയിരുന്ന ഒരു സ്ഥലമാണ്. മണിക്കൂറുകൾക്കകമാണ് കാലാവസ്ഥയുടെ സ്ഥിതി മാറുന്നത്. എപ്പോൾ, എവിടെ, എങ്ങനെ, ഈ ചോദ്യത്തിന് നേരത്തെ നമുക്ക് ഉത്തരം കിട്ടുമായിരുന്നെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരുന്നു. ചുഴലിക്കാറ്റിന് വേണമെങ്കിൽ IMD ഏറ്റവും പ്രധാനപ്പെട്ട പ്രവചന ഏജൻസിയാണെന്ന് പറയാമെങ്കിലും ഉരുൾപൊട്ടലുകൾക്ക് കൃത്യമായ പ്രവചനം നിശ്ചയിക്കാൻ കഴിയുന്ന ഏജൻസികൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകുന്നില്ല. ഒരുപക്ഷെ ഈ മണ്ണൊലിപ്പും മണ്ണിടിച്ചിലും പാറ നിരങ്ങലുമൊക്കെ നേരത്തെ ഉണ്ടായ സ്ഥലങ്ങളിൽ റഡാർ ഉൾപ്പെടെ നിരവധി സൂക്ഷ്മ മാപിനികൾ വെച്ച് അളന്നാൽ വളരെ അപൂർവമായി ചില വിവരങ്ങൾ ലഭ്യമാകും എന്നുള്ളതൊഴിച്ചാൽ പ്രളയത്തിനെ പോലെ പോലും നമുക്ക് ഉരുൾപൊട്ടലിനെ പ്രവചിക്കാൻ ഈ അർത്ഥത്തിൽ കഴിയുന്നില്ല. പുഞ്ചിരിമുറ്റത്ത് ഞാനും ഷൈജിയും നമ്മളെല്ലാവരും പുഞ്ചിരിമുറ്റത്ത് 1752 അടി മുകളിൽ നിന്ന് പൊട്ടിയ ആ ദുരന്ത ഭൂമിയുടെ അടുത്ത് വരെ ചെന്നെത്തിയവരാണ്. നമ്മുടെ ചേനൻ്റെ വീടും തൊട്ടപ്പുറത്ത് പഞ്ചായത്ത് മെമ്പറുടെ വീടും ഒക്കെ കടന്ന് ഞങ്ങൾ നടന്ന് ഏറ്റവും അറ്റത്ത് കയറി ദിവസങ്ങളോളം അവിടെ തന്നെ പോകുകയും വരികയും ഒക്കെ ചെയ്ത ആളുകളാണ്. അപ്രഖ്യാപിതമായിട്ടുണ്ടായ ഇത്തരം സംഭവങ്ങളെ തടയിടാൻ കഴിയുന്ന എല്ലാ സംവിധാനങ്ങളെയും നമുക്കൊരുക്കണം. അതോടൊപ്പം തന്നെ പ്രവചനങ്ങളെ കുറേ കൂടി ശക്തമാക്കാനുള്ള ശ്രമം നടത്തണം. കിട്ടാവുന്ന വിവരങ്ങൾ ഏറ്റവും പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള അത്യാധുനിക സൗകര്യങ്ങളെ പരമാവധി നമ്മൾ എടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ 126 കേന്ദ്രങ്ങളിൽ സ്ഥാപിച്ച കവചം ഉൾപ്പെടെ നമുക്ക് കിട്ടാവുന്ന ഏതെങ്കിലും ഒരു പ്രവചന കേന്ദ്രത്തിൽ നിന്ന് വിവരം കിട്ടിയാൽ SF മെസ്സേജ്, ലൈറ്റ്, സൗണ്ട്, സൈറൻ ഇങ്ങനെ വിവിധങ്ങളായ തലങ്ങളിൽ 126 കേന്ദ്രങ്ങളിൽ ഒരേ സമയം മുന്നറിയിപ്പ് കൊടുക്കാൻ പറ്റുന്നതുൾപ്പെടെയുള്ള പരമാവധി സംവിധാനങ്ങളും സഹായങ്ങളും ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയുന്നുണ്ട്. ചെയ്യേണ്ടതെല്ലാം ചെയ്യാനും ഏതു വിധത്തിലുള്ള ചർച്ചകൾ കേൾക്കാനും ഇടപെടാനും തയ്യാറാണ്. പക്ഷേ നമുക്കിങ്ങനെ ഈ ദുരന്തം ഉണ്ടാകുന്നു. വല്ലാത്ത സങ്കടമാണിത്. കഴിഞ്ഞ ജൂലൈ 30 ഈ ദുരന്തം ഉണ്ടായത് മുതൽ അങ്ങേക്ക് അറിയാവുന്നതുപോലെ ആഗസ്റ്റ് 24 17ാമത്തെ ക്യാമ്പ് പിരിച്ചുവിടും വരെ പൂർണ്ണമായി അവിടെ നിൽക്കേണ്ടി വന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ ഓരോ ഘട്ടത്തിലും ഓരോ കുടുംബത്തെയും നേരിട്ട് കാണുകയും അറിയുകയും ചെയ്യാവുന്ന വിധത്തിൽ ഇടപെട്ട ഒരാളാണ് ഞാൻ. അപ്പോൾ ആ ദുരന്തമൊക്കെ നമുക്കുണ്ടാക്കുന്ന പുത്തുമലയിലെ ബറയിൽ ഗ്രൗണ്ടിലൊക്കെ മണിക്കൂറുകളോളം നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ദുരന്തത്തിൻ്റെ നേർക്കാഴ്ചകൾ എത്രമാത്രം ഭീകരമാണ്. നമുക്ക് ചെയ്യാവുന്ന വിധത്തിലുള്ള എല്ലാ നടപടിക്രമങ്ങളും ചെയ്യുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ആവശ്യമെങ്കിൽ വരാം. ഷൈജ വരും മുമ്പ് ഞങ്ങൾ ഷൈജയെ പറ്റി സംസാരിക്കുകയായിരുന്നു. കാരണം നമ്മൾ അന്ന് കണ്ടത് മേപ്പാടി ആശുപത്രിക്ക് മുന്നിലായിരുന്നു. ഷൈജയും സീനത്തുണ്ടായിരുന്നു അവിടെ. നമ്മളന്ന് കണ്ടപ്പോൾ നമുക്ക് രണ്ടുപേർക്കും
കണ്ണു നിറഞ്ഞുകൊണ്ടല്ലാതെ മുഖാമുഖം നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള രണ്ട് മനുഷ്യരായിരുന്നു. ഷൈജയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ, അത്ര അടുത്ത് അറിയാവുന്നവർ. ആ ദിവസങ്ങളിൽ ഇപ്പോൾ മിനിസ്റ്റർ പറഞ്ഞു, മുന്നറിയിപ്പിനെയൊക്കെ പറ്റി പറഞ്ഞു. പുത്തുമലയിൽ അന്ന് ഷൈജ അടക്കമുള്ളവർ രാവിലെ പോയി എല്ലാവരെയും മാറ്റിയില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ വലിയൊരു ദുരന്തമായി പുത്തുമല മാറുമായിരുന്നു. എന്നിട്ടും ഉച്ചയ്ക്ക് മൃഗങ്ങളെ തേടി വച്ച് പോന്ന ഭക്ഷണം തിരിച്ചെടുക്കാനൊക്കെ പോയ 18 പേരാണ് മരിച്ചത്. എത്രത്തോളം മുന്നറിയിപ്പുകൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ഈ മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോകും മുമ്പ് ആദ്യം തന്നെ ഷൈജയോട് ചോദിക്കട്ടെ, എങ്ങനെയാണ് അവിടെ ജീവിക്കുമ്പോൾ ഇപ്പോൾ നിങ്ങളെ പേടി വേട്ടയാടുന്നത്? എത്രമാത്രം പേടിച്ചാണ് നിങ്ങളവിടെ ഓരോ മഴക്കാലത്തും, പെട്ടെന്ന് പെയ്യുന്ന മഴ, വലിയ മഴ, കാറ്റ്, ഇതൊക്കെ എങ്ങനെ കഴിയുന്നു? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2018 മുതൽ വയനാട് ജില്ലയിലെ മേപ്പാടി പഞ്ചായത്തിലെ 9, 10, 11, 12 വാർഡുകളിലെ ആളുകൾ പേടിച്ചുകൊണ്ട് തന്നെയാണ് കഴിയുന്നത്. 2018 ദൃശ്യമാധ്യമങ്ങളിൽ ചെങ്ങന്നൂർ പോലുള്ള സ്ഥലങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് മുണ്ടക്കൈ പ്രദേശത്തൊക്കെ തന്നെ നല്ല മണ്ണിടിച്ചിലുണ്ടായിരുന്നു. 2018, 19, 20 വർഷങ്ങളിൽ ആ വാർഡിലെ മെമ്പർ കൂടെ ആയിരുന്നു ഞാൻ. ഈ 3 വർഷവും നമ്മൾ നേരത്തെ സാധാരണ വ്യത്യസ്തമായ മഴ കണ്ടുകൊണ്ട് തന്നെ അവിടുത്തെ ആളുകളെ മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രിക്കോഷൻ എടുത്തിരുന്നു. നമ്മൾ ഒരാളെ മുന്നറിയിപ്പിനും കാത്തു നിൽക്കാതെ 18-ലാവട്ടെ 19-ലാവട്ടെ, ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ 2019 ഓഗസ്റ്റ് 8-ാം തീയതി രാവിലെ 5:30 മണിക്ക് ഞാൻ സീനത്ത് സബിത, നമ്മളെ ഈ ഒരു ദുരന്തത്തിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മിസ്സായ എൻ്റെ സഹമെമ്പർ കൂടിയായിരുന്ന സബിത ഉൾപ്പെടെ 5:30 അവിടെ എത്തുകയും അവിടുത്തെ മുഴുവൻ ആളുകളെയും പുത്തുമല സ്കൂളിലേക്ക്, ക്യാമ്പിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. അതിനുശേഷം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആടിനെ മാറ്റണം, ഗ്യാസ് ഓഫ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പല കാരണങ്ങൾ കൊണ്ട് തിരിച്ചു പോയ 17 ആളുകളെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അന്ന് എൻ്റെയൊക്കെ അറിവിൽ നമ്മൾ കണ്ട ഏറ്റവും വലിയൊരു ദുരന്തമായിരുന്നു പുത്തുമല ദുരന്തം. അതുകൊണ്ട് തന്നെ 2020-ലും മഴ കനത്തു നിറഞ്ഞ പാടന്നെ മുണ്ടക്കൈ സ്കൂളിലേക്ക് ഫസ്റ്റ് ടൈം നമ്മൾ ക്യാമ്പ് മാറ്റുകയും അതിനുശേഷം അവിടെ സുരക്ഷിതരല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ക്യാമ്പ് അവിടെ നിന്ന് വീണ്ടും മേപ്പാടി സ്കൂളിലേക്ക് മാറ്റുകയും നമ്മൾ ചെയ്തിരുന്നു. ആ 2020-ലും ഈ മുണ്ടക്കൈയിലെ ഈ പുഞ്ചിരിമട്ടത്ത് ഉരുൾപൊട്ടലുണ്ടായതാണ്. നമ്മൾ നേരത്തെ ആളുകളെ മാറ്റിയത് കൊണ്ട് തന്നെ വീടുകൾ നഷ്ടമായെങ്കിലും ഒരു ജീവൻ പോലും പോകാനുള്ളൊരവസരം നമ്മൾ കൊടുത്തിരുന്നില്ല. എന്നാൽ എന്തോ 2024 ഇത്രയും അനുഭവങ്ങൾ നമ്മളെ മുന്നിൽ ഉണ്ടായിട്ടും അങ്ങനൊരു നടപടി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഏറ്റവും പ്രിയപ്പെട്ടവരായ നമ്മൾ ചേർത്ത് പിടിച്ച 298 പേരാണ് ഒരു രാത്രി കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടത്. അത് ഞാൻ ആ ചോദ്യം അവിടെ നിർത്തുകയാണ്. കാരണം അതിനപ്പുറത്ത് അതിൻ്റേതായിട്ടുള്ള ഒരുപാട് തുടർച്ചകൾ വരാനുണ്ട്. അത് മിനിസ്റ്റർക്ക് വിശദീകരിക്കേണ്ടതുണ്ട്. കുശല മാം, ഞാൻ ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് ഏതാണ്ടൊരു 33 കൊല്ലം മുമ്പാണ്. ദേശമംഗലം വരവൂർ ഉരുൾപൊട്ടൽ ഭൂകമ്പം. അതെ, ഞാൻ ആവേശത്തോടെ എല്ലായിടത്തും ആദ്യം എത്തണം എന്ന് കരുതിയിരുന്ന ഒരു പത്രപ്രവർത്തകനായിരുന്നു അന്ന്. ചാനലുകളും ക്യാമറയും മൈക്കൊന്നുമില്ല. പക്ഷെ അന്ന് ഇപ്പോൾ പക്ഷേ ഞാൻ ഇത്തരം ദുരന്തമുഖങ്ങളിൽ ആദ്യം എത്തരുതേ, അവസാനം മാത്രമേ എത്താവൂ എന്ന് പ്രാർത്ഥിക്കുന്നൊരു മനുഷ്യനാണ്. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ കണ്ട സങ്കടങ്ങൾ ഒരു മനുഷ്യൻ എന്ന നിലയിൽ എനിക്ക് ഉറക്കമറ്റ രാത്രികൾ മാത്രം നൽകുന്ന ഒന്ന് ആയി മാറുമ്പോൾ സ്വാഭാവികമായും അവിടെ എത്തരുത് എന്ന് പ്രതീക്ഷിക്കുന്ന ആളാണ്. 1830-കളിലാണ് വയനാട്ടിൽ ആദ്യമായി തോട്ടം അവിടെ സൃഷ്ടിക്കപ്പെടുന്നത്. അത് ആദ്യം പ്യാരി ആൻഡ് പ്യാരി കമ്പനിയുടെ കാപ്പിത്തോട്ടങ്ങളായിരുന്നു ആദ്യം രൂപപ്പെട്ടത് 1830-കളിൽ. തുടർന്നത് ചായത്തോട്ടങ്ങളിലേക്ക് മാറുന്നു. ചായ ബ്രിട്ടീഷുകാർ വരുന്നത്, ബ്രിട്ടീഷുകാർക്ക് പ്രിയങ്കരിയാവുന്ന ബെൽജിയൻ രാജ്ഞി ഇംഗ്ലണ്ടിലെത്തുമ്പോൾ അതിന് പിന്നാലെയാണ്, അവർക്ക് ചായ ഇഷ്ടമായിരുന്നു എന്നതിന് പിന്നാലെയാണ് അമിതാവ് ഘോഷ് അത് വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണ് ചായ അവർക്ക് പ്രിയങ്കരമാവുന്നത്. ചൈനയിൽ നിന്നുള്ള ചായ ഇറക്കുമതി ചെയ്യുന്നത്, ചൈനയിൽ നിന്ന് കൊണ്ടുവരുന്നതിന് വലിയ നികുതി കൊടുക്കേണ്ടത്. അങ്ങനെയാണ് ഇന്ത്യയിൽ വ്യാപകമായി ചായത്തോട്ടങ്ങൾ വച്ച് പിടിപ്പിക്കാൻ ബ്രിട്ടീഷുകാർ തീരുമാനിക്കുന്നത്. പിന്നീട് കുറച്ചു കാലം മുമ്പ് പഴയ ഇംഗ്ലീഷ് ക്യാപ്റ്റൻ ആയിരുന്ന കോളിൻ കൗഡ്രി എന്ന ക്രിക്കറ്റ് കളിക്കാരൻ്റെ പിതാവ് ഇപ്പോൾ ഉരുൾപൊട്ടലുണ്ടായിപ്പോയ ഈ വെള്ളരി
മല മേഖലകളിൽ അവിടെ ഈ ചായത്തോട്ടങ്ങൾ വച്ച് പിടിപ്പിച്ചാണ്. അദ്ദേഹം ജനിച്ചത് ഊട്ടിയിലാണ്, കോളിൻ കൗണ്ടി. സർക്കാർ പിന്നീട് ഇത് ഏറ്റെടുത്തപ്പോൾ നിലമ്പൂർ കോവിലകത്തിൻ്റെ മേഖലയായിരുന്നു ഈ പ്രദേശങ്ങളെല്ലാം. സർക്കാരിനിത് വിട്ടുകൊടുത്തപ്പോൾ അവിടെ വലിയ തോതിൽ മരം മുറിച്ചുകൊണ്ടാണ് ഇത് വിട്ടുകൊടുത്തത്. അന്ന് മുറിച്ചു മാറ്റപ്പെട്ട വലിയ മരങ്ങളുടെ വേരുകൾ ഉണ്ടാക്കുന്ന സോയിൽ പൈപ്പിംഗ് എന്ന പ്രതിഭാസം ഇപ്പോഴും അവിടെ വലിയ തോതിൽ അപകടങ്ങൾക്ക് കാരണമാകുന്നു എന്ന ഒരു വിലയിരുത്തലുണ്ട്. ഒരു സിസ്മോളജിസ്റ്റ് എന്ന വിധത്തിൽ കാണുമ്പോൾ കൂമ്പാരമേഘങ്ങൾ വലിയ തോതിൽ മഴ പെയ്യിക്കുന്ന, അപ്രതീക്ഷിതമായി പെരുമഴ നിന്ന് പെയ്യുന്ന ഒരു കാലത്തേക്ക് നമ്മൾ മാറുമ്പോൾ എത്രത്തോളം നമ്മൾ പേടിക്കണം? അത് ഇത് ഈ മരം മുറിച്ച് മാറ്റുന്നത് സംബന്ധിച്ചുള്ളത് ഞങ്ങൾ ഏതോ ഒരു ലേഖനത്തിൽ എഴുതി എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, വർഷങ്ങൾക്ക് മുൻപ് മുറിച്ച് മാറ്റിയ മരത്തിൻ്റെ ബേസ്, അതിൻ്റെ ആ റൂട്ട് സിസ്റ്റം അവിടെ തന്നെ നിൽക്കുകയാണ്. മരം മുറിച്ച് മാറ്റി അതിൻ്റെ അടിവേര് അവിടെ നിൽക്കുകയാണ്. അത് കുറേ കാലങ്ങൾ കൊണ്ട് അത് ദ്രവിച്ചു പോകും. അത് ദ്രവിച്ചിട്ട് അത് വലിയൊരു ക്യാവിറ്റി ആയിട്ട് മാറും. അപ്പോൾ ഈ വെള്ളം, നമ്മളിപ്പോൾ അവിടെ ഫോറസ്റ്റ് ഉണ്ടെങ്കിലും വെള്ളത്തിൻ്റെ ആ ഒരു സബ്റ്ററേനിയൻ താഴത്തുകൂടെ വരുന്ന വെള്ളം അതുപോലെയുള്ള ക്യാവിറ്റികളിൽ കൂടെ പൈപ്പിംഗ് ആയിട്ട് വരുന്നു. അപ്പോൾ ആ മേൽമണ്ണ് ഇളകും. അങ്ങനെയാണ് ആ മരത്തിൻ്റേത്. ഞാൻ വേറൊരു ഉദാഹരണം പറയാം. ഞാൻ പഠിച്ചിട്ടുള്ള വേറൊരു ലാൻഡ് സ്ലൈഡ് മെഡികര എന്ന് പറഞ്ഞ കർണാടകയിലാണ്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്, നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ കാപ്പിത്തോട്ടം മുഴുവൻ വഴി വന്ന് കിടപ്പുണ്ട്. അതാണ് അവിടുത്തെ സ്ഥിതി. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം അന്വേഷിച്ച് പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഈ ജാപ്പനീസ് ട്രീ റീപ്ലാന്റേഷൻ പദ്ധതി ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഈ കുന്നിൻ്റെ മുകളിൽ, കാപ്പിത്തോട്ടത്തിൻ്റെ മുകളിൽ ചെറിയ ടാങ്ക് കെട്ടിയിട്ട് അതിൽ വെള്ളം നിറച്ച് വയ്ക്കും, ഈ മരങ്ങൾക്ക് വെള്ളം ഒഴിക്കാനായിട്ട്. എൻ്റെ മലയാളം അത്ര നല്ലതല്ല കേട്ടോ പറയുമ്പോൾ. ഇപ്പോൾ എല്ലാ മലയാളികളും ഇതുപോലെ തന്നെയാണ്, അതുകൊണ്ട് ടെൻഷനില്ല. ഇംഗ്ലീഷിൽ പഠിപ്പിച്ച് ഇംഗ്ലീഷ് ചിലപ്പോൾ അറിയാതെ കടന്നു വരുവേ. അപ്പോൾ ഈ വെള്ളം അവിടെ പിടിച്ച് അവരിങ്ങനെ വയ്ക്കും. ഭയങ്കരമായ മഴ വന്നു ഒരിക്കൽ. മഴ വന്നിട്ട് ആ ടാങ്ക് ഓവർഫ്ലോ ചെയ്തപ്പോൾ ആ വെള്ളം എല്ലാം കൂടെ ഈ കാപ്പിത്തോട്ടത്തിൻ്റെ സ്ലോപ്പിൽ കൂടെ ഒഴുകി. കാപ്പിത്തോട്ടത്തിൻ്റെ വേരിനൊരു പ്രത്യേകതയുണ്ട്, അത് ഡീപ്പ് റൂട്ടല്ല, അതിങ്ങനെ വെറുതെ ഇങ്ങനെ മുടി പോലെ ഇങ്ങനെ കിടക്കും. അത് മുഴുവൻ ഇങ്ങനെ ഒലിച്ച് റോഡിലൊന്ന് കിടന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഓരോ സ്ഥലത്തിനും ആ സ്ഥലത്തിൻ്റെ ഭൂവിനിയോഗത്തിൻ്റെ ഒരു പ്രശ്നം ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ വയനാട്ടിലെ എത്രമാത്രം വേരുകൾ ദ്രവിച്ച് പോയിട്ട് പൈപ്പിംഗ് ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, അവിടുത്തെ സ്ലോപ്പ് നമ്മൾ വളരെയധികം മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഒഴുകി വരുന്ന പാത്വേസ് മുഴുവൻ മാറ്റിയിട്ടുണ്ട്. അത് വേറൊരു കാര്യം. അപ്പോൾ മിനിസ്റ്റർ പറഞ്ഞ പോലെ ഇത് ഈ പ്രവചിക്കാൻ പറ്റില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇപ്പോൾ ഒരു എർത്ത്ക്വേക്കോ സുനാമിയോ പോലും നമുക്ക് കൃത്യമായിട്ട് പ്രവചിക്കാൻ പറ്റുന്നില്ല. ആ സുനാമിയിൽ എത്രയോ ആൾക്കാരാണ് മരിച്ചു പോകുന്നത്. അപ്പോൾ എർത്ത്ക്വേക്കിലൊക്കെ എത്രയോ ആൾക്കാർ മരിച്ചു പോകുന്നു. അപ്പോൾ മധു പറഞ്ഞ പോലെ ദുരന്തഭൂമിയിൽ പോകാൻ നിങ്ങൾക്കിഷ്ടമില്ല, കാരണം അത് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഷമമുണ്ട്. ഞങ്ങളും ദുരന്തഭൂമിയിൽ പോകാൻ ഇഷ്ടപ്പെടുന്നവരല്ല, പക്ഷേ ഞങ്ങൾ പോയേ പറ്റൂ. കാരണം അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പാസ്റ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ, ഫ്യൂച്ചറിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പ്രവചനം അസാധ്യമാണെങ്കിലും ഇപ്പോഴത്തെ കാലത്ത് ഒരു ചില ഈ ഭൂമി നീങ്ങുന്നതിൻ്റെ ജിയോഡറ്റിക് ആയിട്ടുള്ള സമ്പ്രദായങ്ങളുണ്ട്. പിന്നെ ഈ സാറ്റലൈറ്റ് ഇൻഫർമേഷൻ ഒരുപാട് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള സാറ്റലൈറ്റ് ഇൻഫർമേഷനും ഇതുപോലെയുള്ള ഇതും വെച്ചുകൊണ്ട് അത് ഒരു പരിധി വരെ പ്രവചിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ ഈ മഴയുടെ തോത് അളക്കുക, അങ്ങനെ വളരെ നമുക്ക് ആ ഡേറ്റ ബേസ്ഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം എൻ്റെ അനുഭവത്തിൽ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു ഗ്രൂപ്പ് ഒരു പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ പ്രോജക്റ്റിൻ്റെ റിവ്യൂവർ ആയിരുന്നു, അതുകൊണ്ട് എനിക്കറിയാം. അപ്പോൾ അവർ മൂന്നാറിലൊരു ലാൻഡ് സ്ലൈഡ് പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് വർഷങ്ങൾക്ക് മുമ്പാണ്, ഒരു 10 കൊല്ലമെങ്കിലും മുമ്പാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇറ്റ്സ് പോസിബിൾ. അപ്പോൾ ഈ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോഴത്തെ കാലത്ത് ഈ കാലാവസ്ഥ മാറുന്നു. മഴയുടെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ, മഴ ചെറിയ സ്ഥലങ്ങളിൽ, ചെറിയ ഏരിയയിൽ വളരെ അധികം മഴ ഉണ്ടാകുന്ന ഒരു പ്രവണത ഇപ്പോൾ ഉണ്ട്. അത് നമുക്ക് പ്രവചിക്കാൻ പറ്റുന്നുണ്ട്, ഷോർട്ട് ടേം പ്രഡിക്ഷൻസ് പറ്റും. അപ്പോൾ അത് കണക്കാക്കിക്കൊണ്ട് നമുക്ക് മുൻകരുതലെടുത്ത് ആളുകളോട് ഇങ്ങനെ ഒരു വാർണിംഗ് കൊടുക്കാം. പിന്നെ വേറൊരു കാര്യമുള്ളത്, പലപ്പോഴും നമുക്ക് ഈ ബാംബു കൾട്ടിവേഷൻ ഇതൊക്കെ നമ്മൾ ഇല്ലാതെയാക്കി. ഈ വേരുകൾ, ഈ സോയിൽ പിടിച്ചു നിർത്തുന്ന വേരുകളുള്ള ചെടികൾ നമ്മൾ വെച്ച് കൊടുക്കണം. അപ്പോൾ മതിൽ കെട്ടുന്നതിന് പകരം വൈ നോട്ട് ബാംബു? അപ്പോൾ അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ആളുകളിലോട്ട് ഇറങ്ങിച്ചെന്നിട്ട്, ഞാനിപ്പോൾ തന്നെ ഹ്യൂബ് സെൻറ്ററുമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രധാന ഉദ്ദേശം ഈ എഡ്യൂക്കേഷനാണ്. എങ്ങനെ ആളുകളെ ഇതിനെ തെറ്റിദ്ധാരണയില്ലാതെ, നിങ്ങളുടെ ജീവിതമാണിത്, നിങ്ങളിവിടെ കൃഷി ചെയ്തോളൂ, പക്ഷേ ഈ ക്ലൈമറ്റ് ചേഞ്ച് വരുന്നു, നമ്മൾ കരുതിയിരിക്കണം. അപ്പോൾ ഒരു ചെറിയ ഇമ്പാക്റ്റ് ഉണ്ടാകാനുള്ളിടത്ത് നമ്മളിപ്പോൾ കണ്ടുപോലെയുള്ള നമുക്ക് മനസ്സിൽ കാണാത്ത തരത്തിലുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാകും. അതവരെ ധരിപ്പിക്കണം. അത് ശാസ്ത്രീയമായിട്ട് അവരെ ഞങ്ങളെപ്പോലെയുള്ള ശാസ്ത്രജ്ഞന്മാർ അതിന് തയ്യാറാണ്.
ഇറങ്ങി ചെന്ന് സംസാരിക്കാൻ വി ആർ റെഡി ആക്ച്വലി. മിനിസ്റ്ററിലേക്ക് വരും മുമ്പ് ഞാൻ ഒരിക്കൽ കൂടി ഷൈജയിലേക്ക് പോവുകയാണ്. കാരണം ഷൈജ, ഇത്തവണ മുന്നറിയിപ്പുകൾ എത്രത്തോളം ആക്റ്റീവായിരുന്നു? കാരണം അവിടെ പ്രാദേശികമായി സ്കൂളുകൾ അവധി കൊടുത്തിരുന്നു. പക്ഷേ എന്നിട്ടും ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ഒരു ശ്രമമോ ഒരു സംവിധാനമോ മുകളിൽ ഉണ്ടായില്ല എന്നുള്ളത് ആ മുണ്ടക്കയിലാണെങ്കിലും ചൂരൽമലയിലാണെങ്കിലും ഇത്ര വലിയ മഴയുണ്ടാവുന്നു. തുടർച്ചയായിട്ട് തലേന്ന് തുടങ്ങിയ മഴയാണ്, നിർത്താതെ പെയ്യായിരുന്നു. ഒരു കണക്ക് കൂട്ടാവുന്നതിനപ്പുറത്തേക്ക് അത് പോകുന്നു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു, അവിടെ നാട്ടിലുള്ളവർക്ക് അറിയാമായിരുന്നു. സ്കൂളുകൾ ഉച്ചയ്ക്ക് കുട്ടികളെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നു. എന്നിട്ടും അവിടെ നിന്ന് മാറിപ്പോകണം എന്ന് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിരുന്നോ? മുന്നറിയിപ്പ് സംവിധാനങ്ങൾ എത്രത്തോളം ഫലപ്രദമായിരുന്നു? സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അവിടുത്തെ ജനങ്ങളോട് മാറി താമസിക്കാൻ വേണ്ടിയിട്ട് ഒരു മുന്നറിയിപ്പ് കൊടുത്തതായി എൻ്റെ അറിവിലില്ല. കാരണം നിങ്ങൾ മാറി പോകണമെന്ന് മാത്രമല്ല ആ പ്രദേശത്തെ ആളുകളോട് പറയേണ്ടത്. അവിടുത്തെ പ്രാദേശിക ഭരണകൂടം ഒരു സംവിധാനം ഒരുക്കിയിട്ട് ആ സംവിധാനത്തിലേക്ക് മാറാൻ വേണ്ടിയിട്ടാണ് ആളുകളോട് ആവശ്യപ്പെടേണ്ടത്. അതല്ലാതെ ഇനിയിപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടുന്ന് പോകണം എന്ന് പറഞ്ഞാൽ തോട്ടം മേഖലയായ സാധാരണക്കാരും അറിയാലോ ഉന്നതികളൊക്കെ ഉള്ള ആ ഒരു ഏരിയയിൽ അവിടുത്തെ ആളുകളോട് നിങ്ങൾ മാറിപ്പോകണം എന്ന് പറയുമ്പോൾ പോകാനൊരു സംവിധാനം ഇല്ലാത്ത ആളുകൾ തന്നെയാണ് ആ പ്രദേശത്തെ, അല്ലെങ്കിൽ വെള്ളരിമല വില്ലേജിലെ ആളുകൾ. അവർക്ക് നമ്മളൊരു സംവിധാനം ഒരുക്കി തന്നെയാണ് മാറാൻ പറയേണ്ടത്. ആ മാറാൻ പറഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ മുഴുവൻ ആളുകളും ഒരു മടിയും കൂടാതെ മാറിയിട്ടുണ്ട്. എന്തോ ഈ പ്രാവശ്യം അങ്ങനെ ഒരു അവയർനെസ് ആളുകളിൽ എത്തിയിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. മിനിസ്റ്ററെ, രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ആദ്യത്തേത് ഈ മുന്നറിയിപ്പ് സംവിധാനം തന്നെയായിരുന്നു. അതിൻ്റെ ഒപ്പം ഇപ്പോൾ ഡോക്ടർ കുശല പറഞ്ഞതുപോലെയുള്ള എക്സ്പെർട്ടൈസിന് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ടൊരു DDMA എന്ന ഒരു ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സംവിധാനം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അവർക്ക് മഴയുടെ കണക്കെടുക്കുന്നതിൽ പോലും പാളിച്ച പറ്റി എന്നുള്ളതായിരുന്നു ഇത്തവണത്തെ മുണ്ടക്കൈ ദുരന്തത്തിൻ്റെ ഒരു വിഷയം. കാരണം അതൊരു NGOയെ ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു എന്ന ഒരു വളരെ ഗുരുതരമായ ഒരു പിഴവുണ്ടായി. പിന്നീട് ആ NGOയുടെ പ്രവർത്തനം നിർത്തുകയും ചെയ്തു. അപ്പോഴും രണ്ട് കാര്യമാണ്. ഒന്ന്, മുന്നറിയിപ്പ് എല്ലായിടത്തും നടത്തുന്നു. ഇപ്പോൾ ഷൈജ പറഞ്ഞതാണ്, മാറിപ്പോകണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ബംഗാൾ പോലുള്ള ഒഡീഷ പോലുള്ള സംസ്ഥാനങ്ങളിൽ വളരെ വ്യാപകമായി പ്രകൃതി ദുരന്തങ്ങളെ നിരന്തരം അഭിമുഖീകരിക്കുന്ന നാടുകളിലൊക്കെ വളരെ കൃത്യമായി ഷെൽട്ടർ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്, സ്ഥിരം ഷെൽട്ടറുകൾ. അത്തരത്തിൽ ഉള്ള ഒരു കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ടോ? ഒപ്പം തന്നെ നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ ഭൂവിനിയോഗം സംബന്ധിച്ച് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും പല മേഖലകളായി, എവിടെ കൊമേഴ്ഷ്യൽ സിസ്റ്റം ആവാം, എവിടെ പാർപ്പിടമാകാം, എവിടെ വാണിജ്യ കേന്ദ്രങ്ങൾ, എവിടെ വ്യവസായ കേന്ദ്രങ്ങൾ, മറ്റെവിടെയൊക്കെ ഇത്തരം കേന്ദ്രങ്ങളിൽ മനുഷ്യൻ്റെ പാർപ്പിടം അനുവദിക്കാതിരിക്കാം. നമ്മൾ റൂം ഫോർ റിവറൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോഴും അതൊക്കെ ഞാൻ ഈ 7 വർഷത്തെ കണക്ക് പറഞ്ഞത്, അതിൽ പിന്നെ മിനിസ്റ്റർ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ല, വിട്ടുപോയതാണ്. അത് കൂടാതെയും ഒരുപാട് ദുരന്തങ്ങൾ നമ്മൾ ഈ 7-8 വർഷമായി നമ്മൾ കാണുകയാണ്. ഈ ഒരു തുടർച്ച തീരുമാനങ്ങളിൽ വേണ്ടേ? മോക്ക് ഡ്രിൽ പോലുള്ള കാര്യങ്ങളിലൂടെ എങ്ങനെ ജനങ്ങളെ മാറ്റി പാർപ്പിക്കുന്നതിനെ പറ്റി ഇപ്പോഴും ആലോചിക്കാതിരിക്കുന്നു? ദീർഘമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ ഇവിടെ പ്രതിപാദിക്കപ്പെട്ടു. ഇതിനാദ്യം ഒരു തെറ്റിദ്ധാരണ ഞാൻ ഒഴിവാക്കുകയാണ്. കേരളത്തിലെ ഗവൺമെൻറ് ഒരു NGOയെയും മഴയുടെ കണക്കെടുക്കാൻ ചുമതലപ്പെടുത്തിയിട്ടില്ല. അവിടെ മഴയുടെ കണക്കെടുക്കാൻ ഒരു NGOയെ ചുമതലപ്പെടുത്തിയത് ജില്ലാ പഞ്ചായത്താണ്. അത് മറ്റൊരു വർക്കാണ്. അത് നമ്മളുമായി ബന്ധപ്പെട്ടതോ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടതോ അല്ല. കേരളത്തിൽ 78 TOCകളും 14 DOCകളും സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയും പൂർണ്ണസമയം വർക്ക് ചെയ്തിരുന്ന അനുഭവം തന്നെയാണ്. സാധാരണകളിൽ കാണാത്തതുപോലെ ഇപ്പോൾ നമ്മുടെ രണ്ടാളുടെയും വീടിന് അടുത്തുള്ള സ്ഥലമാണ് ചേന്നമംഗലം. 273 mm മഴ ഒരു മണിക്കൂറിനുള്ളിൽ പെയ്ത അനുഭവം, ഒരുപക്ഷെ ഞാൻ അത്ര വിദഗ്ധനല്ലെങ്കിലും 273 mm മഴ ഒരു പ്രദേശത്തു തന്നെ പെയ്ത അനുഭവം ഒരുപക്ഷെ സാമാന്യ കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടായില്ല. അതിതീവ്ര മഴ എന്നോ മേഘവിസ്ഫോടനമെന്നോ ഒക്കെയുള്ള പല പേരുകളിൽ നമുക്കറിയപ്പെടാം. ഇവിടെ പ്രിയപ്പെട്ട കുശല മാഡം പറഞ്ഞതുപോലെ പല വിധത്തിലുള്ള പഠനങ്ങൾ ഇപ്പോൾ നമ്മൾ തന്നെ കേരളത്തിൽ തന്നെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, അമൃത കൽപ്പിത സർവകലാശാല, കേരള ഡെവലപ്മെൻറ്റ് ആൻഡ് ഇന്നൊവേഷൻ കൗൺസിൽ, IIT റൂക്കി, കേരള സർവകലാശാല, മിഷിഗൺ സർവകലാശാല, ഇവരെല്ലാം ടീമായി ഉരുൾപൊട്ടലിനെ കുറിച്ച് തന്നെ പഠിക്കാനുള്ള വിവിധങ്ങളായിട്ടുള്ള കേന്ദ്രങ്ങൾ ഈ സാഹചര്യങ്ങളിലൊക്കെ നടത്തുകയും അതിനെക്കുറിച്ചിട്ടുള്ള പഠനങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഈ പ്രദേശത്ത് എനിക്ക് മനസ്സിലായത്
ഇതിപ്പോൾ പുഞ്ചിരിമുറ്റവും മുണ്ടക്കയും മട്ടാമലയും ആറാമലയും ചൂരൽമലയും ഒക്കെ ഉൾപ്പെടുന്ന ഈ 3 വാർഡുകളിൽ തന്നെയുള്ള വിവിധങ്ങളായിട്ടുള്ള പ്രദേശങ്ങളാണ്. അവിടെ മേപ്പാടി പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാനുള്ള കേരളത്തിലെ ഒരു പഞ്ചായത്താണ്. മാത്രമല്ല അവിടെ ചെന്ന ദിവസം എന്നോട് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ പറഞ്ഞത് 29-ാം തീയതി രാവിലെ തന്നെ ആ പ്രദേശങ്ങളിലെല്ലാം പോയി അവിടെ നിന്ന് ആളുകളെ മാറേണ്ടതുണ്ട് എന്ന പ്രശ്നം പല ഘട്ടങ്ങളിലും പലരോടും പറഞ്ഞിരുന്നു. ഞങ്ങളുടെ കണക്കനുസരിച്ച് വെള്ളാർമല സ്കൂളിൽ ഒരു ചെറിയ ക്യാമ്പ് ആരംഭിക്കുകയും ചെയ്തിരുന്നു. കുറച്ചാളെങ്കിലും പങ്കെടുക്കുന്നൊരു ക്യാമ്പ് ആരംഭിക്കുകയും ചെയ്തിരുന്നു. നമുക്ക് ആ കാര്യങ്ങൾ പരിശോധിക്കാവുന്നതാണ്. ആ വിവരം മഴ അധികമായി പെയ്യുന്ന ഘട്ടത്തിൽ അങ്ങനെ വേണം എന്നുള്ള ഒരു വിവരം ലഭ്യമായിരുന്നു. അത് എത്രമാത്രം തീവ്രതയോടെ കിട്ടിയിട്ടുണ്ട് എന്ന് ഇപ്പോൾ പരിശോധിക്കുന്നതിൽ വേറൊരു തെറ്റുണ്ട്. അത് ഞാൻ പറയാത്തത് ഒരു മന്ത്രി എന്ന നിലയിൽ ആധികാരികമായി ഇനി 298 പേരുടെ മരണം സംഭവിച്ച ഒരു പ്രദേശത്തെ തന്നെ മണ്ണെടുത്തു പോയ ദുരന്തമല്ലാതെ മറ്റൊന്നും ബാക്കിയില്ലാത്ത ഒരു പ്രദേശത്തെ ഏതൊക്കെ വീട്ടുകാരോട് ഇനി മാറാൻ പറഞ്ഞു ആരൊക്കെ മാറിയില്ല എന്നൊരു ചർച്ച കായലെ പോലൊരു ചർച്ചയിൽ ഉണ്ടാകുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ചർച്ചയിലേക്ക് കിടക്കുന്നില്ല. സാധാരണ നിലയിൽ DOCക്കകത്ത് മഴയെ സംബന്ധിച്ചിട്ടുള്ള അറിവുകളും കിട്ടിയിരുന്നു. പിന്നെ പൊതുവായി നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം ഏതെങ്കിലും വിധത്തിൽ ഭൂവിനിയോഗത്തിൻ്റെ നിയമമില്ലാത്തത് കൊണ്ടാണോ? അല്ല, കമ്പോളത്തിൻ്റെ അതിപ്രസരം പല വിധത്തിൽ ആ നിയമങ്ങളെ ലംഘിക്കാനുള്ള പരിശ്രമം നടത്തുകയാണ്. ഇപ്പം മധുവിന് തന്നെ അറിയാവുന്നതുപോലെ 2008 കേരളത്തിൽ കൊണ്ടുവന്ന നെൽവയൽ തണ്ണീർത്തട നിയമം ഏതാണ്ട് ഇപ്പോൾ ആളുകൾ റവന്യൂ വകുപ്പ് മന്ത്രിക്കൊക്കെ എതിരെ പ്രസംഗിക്കുന്നത് കേട്ടാൽ ഈ നെൽവയൽ തണ്ണീർത്തട നിയമം തരം മാറ്റാനുണ്ടാക്കിയ നിയമമാണ് എന്ന് ആളുകൾ തെറ്റിദ്ധരിക്കും. നെൽവയൽ നിലനിർത്താനുണ്ടാക്കിയ നിയമമാണ്. എന്തുകൊണ്ടാണ് 1970 ജനുവരി 1 ഭൂപരിഷ്കരണ നിയമം ഒപ്പിടുമ്പോൾ ഈ തോട്ടങ്ങൾ അതുപോലെ നിലനിർത്തണം എന്ന ആവശ്യത്തിലേക്ക് പോകാൻ കാരണം ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ സെക്ഷൻ 81 പ്രകാരം എക്സംഷൻ കിട്ടിയതൊഴികെ തോട്ടത്തിന് വേണ്ടി അനുവദിക്കപ്പെട്ട ഭൂമി മറ്റൊരു കാര്യത്തിനും തരം മാറ്റാൻ പാടില്ല എന്നുള്ളതും അങ്ങനെ തരം മാറ്റപ്പെട്ടാൽ ആ ഭൂമി ഒരാളുടെ ആർജിത ഭൂമിയിലേക്ക് ചേർത്തപ്പെടും എന്നുള്ളതും നിയമത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ്. പക്ഷെ നിയമം നടപ്പിലാക്കാൻ കേവലം സർക്കാർ ഉപകരണങ്ങൾ കൊണ്ട് മാത്രം സാധ്യമാകില്ല. അത് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഒരു പൊതുജന അവബോധത്തിൻ്റെ ഒരു വലിയ പ്രക്രിയ നമുക്ക് ആരംഭിക്കേണ്ടതുണ്ട്. കമ്പോളവൽക്കരിക്കപ്പെടുന്ന ഒരു ലോകമാണ്. ഓരോ അണുവിലും എനിക്കെന്ത് ലാഭം എന്ന ചോദ്യം തന്നെ തുടർച്ചയായി ചോദിക്കപ്പെടുന്ന ഒരു കാലമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കമ്പോളത്തിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്വഭാവങ്ങൾ ആളുകൾക്കിടയിലുണ്ട്, പലയിടങ്ങളിലും അങ്ങനെയുണ്ട്. അഥവാ അവരെ സാധാരണക്കാരായ മനുഷ്യരെ ഉപയോഗപ്പെടുത്തി അത് നിയന്ത്രിക്കാൻ ചെറുതെങ്കിലും ഒരു സംഘം മൂലധന ശക്തികളുടെ കൂട്ടായ ശ്രമമുണ്ട്. അതിനെതിരായിട്ടുള്ള വലിയ സമരം നമുക്ക് ഉയർത്തി കൊണ്ടുവരേണ്ടതേയുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ മാഡം കൃത്യമായി സൂചിപ്പിച്ചതുപോലെ കേവലം പഠനങ്ങളുടെ സാധ്യതകൾ മാത്രമല്ല ഒരു ജനകീയ ബോധവൽക്കരണത്തിലൂടെ ആ വിധത്തിൽ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നവരെ ഒറ്റപ്പെടുത്തുക എന്ന വലിയ കടമ ഒന്നും ഒരു അഭിപ്രായ വ്യത്യാസവുമില്ലാതെ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളും കൃത്യമായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോരോ ഭൂവിനിയോഗത്തിൻ്റെ കാര്യത്തിൽ ഇന്ന വിധത്തിലെ നിർബന്ധമാക്കാവുന്ന വിധത്തിൽ പാർപ്പിടമേത്, കൃഷിയിടമേത്, കമേഴ്സ്യൽ സ്ഥലങ്ങളേത്, ഇൻഡസ്ട്രിയൽ ഏരിയകളേത്, ഈ വിധത്തിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. ആ വിധത്തിലുള്ള ഒരു ശ്രമം എത്രത്തോളം ഒഴിവാക്കാൻ പറ്റില്ല. നമുക്ക് കേൾക്കുമ്പോഴൊക്കെ പറ്റില്ലെന്ന് തോന്നിയാണെങ്കിലും ഇനിയുള്ള വർഷങ്ങളിൽ സ്വാഭാവികമായും കേരളം പോലുള്ള ഒരു സംസ്ഥാനം നേരിടുന്ന പണ്ട് പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാരെ പരിഹസിക്കാറുള്ളത് റഷ്യയിൽ മഴ പെയ്യുമ്പോൾ ഇവിടെ കുട പിടിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ വായിച്ചത് ടിബറ്റിൽ ഒരു ചൂട് കൂടുമ്പോൾ ആ കാറ്റ് മഡഗാസ്കറിലേക്ക് പോയി അത് അവിടെ നിന്നും തിരിച്ച് പശ്ചിമഘട്ടത്തിലേക്ക് തിരിച്ചെത്തുന്നു, അവിടെ വലിയ തോതിൽ മഴ പെയ്യുന്നു എന്നാണ്. നമ്മൾ ടിബറ്റിൽ ചൂട് കൂടുമ്പോൾ നമ്മളിവിടെ കുട പിടിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. വലിയ ആശങ്കാജനകമായൊരു കാലഘട്ടമാണ്. യഥാർത്ഥത്തിൽ മധുചേട്ടൻ എന്നാണ് ഞാൻ വിളിക്കാറ്. എൻ്റെ സീനിയറാണ്, കോളേജിൽ എൻ്റെ സീനിയറാണ്, നല്ലതുപോലെ ധാരണയുള്ള ആളാണ്. കായലിരുന്ന് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ടതുകൊണ്ട് മാത്രം അദ്ദേഹം ചോദിച്ചതാണ്. കാരണം മഴയും കുടയുമല്ല ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത്. അത് പിന്നെ പറയാം, അതിനുള്ള നേരം നമ്മുടെ കയ്യിലില്ലല്ലോ കുറഞ്ഞ സമയത്തിനുള്ളിൽ. കേരളത്തിൻ്റെ ഭൂവിനിയോഗം ഇന്ത്യയിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്തിനോട് ചേർത്ത് നിർത്തി വായിക്കാനാകുമോ? വളരെ എളുപ്പത്തിൽ ഇന്ത്യക്ക് പുറത്തുള്ള പല സംസ്ഥാനങ്ങളിലും അതിൻ്റെ വിനിയോഗത്തിന് വരവരച്ച ആളുകളെ മാറ്റി നിർത്താൻ കഴിയുന്നത് പോലെ 3.5 കോടി മലയാളിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലത്തിൻ്റെ കുറവുള്ളൊരു സ്ഥലത്ത് അത് സാധ്യമാകുമോ? 78,000 ഹെക്ടർ ഭൂമി ആകെയുള്ളതിൽ വനം കഴിച്ചാൽ കേരളം ഉപയോഗിക്കുന്നത് എത്രയാണ്? കേരളത്തിൽ ചുണ്ണാമ്പ് കൊല്ലുകൊണ്ട് വരച്ച കടലും ജണ്ടയിട്ട് തിരിഞ്ഞ കാനനവും കഴിച്ചാൽ 3.5 കോടി മലയാളിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലത്തിൻ്റെ കുറഞ്ഞ അളവ് തന്നെയാണ്
പല വിധത്തിലുള്ള കച്ചവടത്തിന് അവരെ പ്രേരിപ്പിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ ഡിജിറ്റൽ റീസർവേ നടക്കുകയാണ്. ഡിജിറ്റൽ റീസർവേ വൻ മുന്നേറ്റമാണ് കേരളത്തിൽ നടക്കുന്നത്. ആ ഡിജിറ്റൽ റീസർവേ കഴിയുന്നതോടുകൂടി ഡിജിറ്റൽ റീസർവേയുടെ ഭാഗമായിട്ടുണ്ടാക്കുന്ന ടോപ്പോഗ്രാഫിക്കൽ സർവേ യഥാർത്ഥത്തിൽ പ്രകൃതി വിഭവങ്ങളുടെ ഒരു കൃത്യതയെ കേരളത്തിന് ബോധ്യപ്പെടുത്താൻ കഴിയും. ഭൂവിനിയോഗത്തിൻ്റെ സാധ്യതകൾ നിയമപരമായി ഇല്ലാത്തത് കൊണ്ടല്ല, അതിനെ മറികടന്നുകൊണ്ട് ആളുകൾ ആ വിധത്തിലേക്ക് കടക്കാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഒരു കച്ചവട താല്പര്യം മറ്റിടത്തേക്കാൾ കൂടുതൽ കേരളത്തിലുണ്ടാകുന്നു. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യയെ തന്നെ നിങ്ങൾ നോക്കൂ, ഈ ഏകതയെക്കുറിച്ച് ആളുകൾ വാദിക്കുന്ന ഒരു ഘട്ടമാണല്ലോ. എല്ലാം ഒന്ന്, ഒരു തെരഞ്ഞെടുപ്പ്, ഒരു നികുതി, ഒരു രാജ്യം. യഥാർത്ഥത്തിൽ ഒരു കാലാവസ്ഥ പോലുമുള്ള രാജ്യമല്ല ഇന്ത്യ. ബഹുസ്വരതയുടെ പല ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ ഉണ്ടാകുമ്പോൾ മറ്റൊരു ഇടത്ത് അതിതീവ്രമായിട്ടുള്ള മഴ പെയ്യുകയാണ്. IMCT കേരളത്തിൽ ആഗസ്റ്റ് 9 തീയതി വന്നപ്പോൾ ഇൻ്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം വന്ന് ഇത് ഏത് സെക്ഷനിൽ പങ്കെടുക്കുന്നു എന്ന് നോക്കാൻ വന്നിട്ട് അവർ നേരെ പിന്നെ പോകുന്നത് ഡ്രോട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്കാണ്. അപ്പോൾ ഈ വ്യത്യാസങ്ങളിൽ കേരളത്തിൻ്റെ പ്രവചനാതീതമായിട്ടുള്ള കാലാവസ്ഥയിലേക്ക് കേരളം കടക്കുന്നത് എപ്പോഴാണ്? ഈ കുറഞ്ഞ ഒരു കാലത്തിനിടയിലാണ്. അപ്പം അതുകൊണ്ട് നിയമപരമായ കുറവല്ല, അത് നടപ്പിലാക്കാനുള്ള പ്രയാസങ്ങളുമല്ല, പക്ഷേ കേരളത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള അളവും ആവശ്യകതയുടെ വർധനവും അതിഭീകരമായ വിധത്തിൽ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന കമ്പോളത്തിൻ്റെ താല്പര്യവും അതിനൊറ്റക്കെട്ടായി നമ്മൾ നേരിടേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. എനിക്കതിന് മുമ്പേ മധുവിനെ ഒന്ന് കറക്റ്റ് ചെയ്യാനുണ്ട്. അത് എല്ലാ സംസ്ഥാനങ്ങളും വളരെ എഫിഷ്യൻ്റായിട്ട് ഭൂവിനിയോഗം നടത്തുന്നു എന്നുള്ളതൊരു തെറ്റായ ധാരണയാണ്. ഞാൻ 17 വർഷം മുമ്പ് കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് പോയ ആളാണ്. അന്ന് എനിക്ക് തോന്നി ബാംഗ്ലൂർ ശരിക്കും ഒരു സ്വർഗ്ഗമാണ്, ഇവിടെ നല്ല കാലാവസ്ഥയാണ്, ഒരുപാട് ഭംഗിയുള്ള ലേക്കൊക്കെ ഉണ്ട്. ഇപ്പോൾ എനിക്ക് അവിടെ നിന്ന് തിരിച്ചു പോരാൻ വേണ്ടി ഞാൻ വേറെ ഇവിടെ സ്ഥലം അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അവിടെ താമസിക്കാൻ പറ്റാതെയായി. 1500 ലേക്ക് ചരിത്രത്തിലുണ്ടായിരുന്നത് ഇപ്പോൾ 400 ലേക്കായിട്ട് കുറഞ്ഞു. അത് ഏതാണ്ടെല്ലാം പൊല്യൂട്ടഡ് ലേക്കാണ്. അപ്പോൾ അത് ശരിയല്ല. സത്യത്തിൽ അവിടെ നിന്ന് കേരളത്തിൽ വരുമ്പോൾ ഇവിടുത്തെ പച്ചപ്പും ഇവിടുത്തെ ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു മനസ്സിന് തന്നെ കുളിർമയാണ്. സത്യത്തിൽ ഞാൻ തിരിച്ചിങ്ങനെ വരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ മന്ത്രി പറഞ്ഞതുപോലെ ഈ സ്ഥലപരിമിതിയാണ് ഒന്ന്. പിന്നെ നമുക്ക് ചെയ്യാനുള്ളൊരു കാര്യം വളരെ ക്ലെവറായിട്ട് നമ്മുടെ ലാൻഡ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ക്ലെവർലി യൂസ് ഇറ്റ്. അപ്പോൾ ഈ ചൈനയിലൊക്കെ ഒത്തിരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവർ ചെയ്യുന്ന ഒരു ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ സ്പഞ്ച് സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ അത് അവർ ഈ ഭൂമിയുടെ അടിയിൽ ഇപ്പോൾ പ്ലേ ഗ്രൗണ്ടോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കിടക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അതിൻ്റെ അടിയിലെല്ലാം വെള്ളം പോകാനുള്ള ഒരു പാത്വേസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പുറത്ത് അത്രയും സ്ഥലം വെള്ളത്തിൻ്റെ പാത്വേസ് ആയിട്ട് വളരെ എൻജിനീയറിംഗ് ആണ്, ഒരു ഹൈഡ്രോളജിക് എൻജിനീയറിംഗ് ആണത്. അങ്ങനെയുള്ള സാധ്യതകൾ കൂടെ ചെറിയ സ്ഥല പരിമിതി ആണെങ്കിലും നമുക്കത് ചെയ്യാം. അപ്പോൾ ഈ ന്യൂ ടെക്നോളജീസ് നമ്മൾ ഉപയോഗിക്കണം. പിന്നെ ഈ തട്ടാക്കുന്ന ഈ കൃഷിഭൂമി തട്ടായിട്ട് ചെയ്യുക, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ചെറിയ സ്ഥലമാണെങ്കിലും അതിനെ ഇൻ്റലിജൻ്റായിട്ട് ഡിസൈൻ ചെയ്ത് ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സ്ഥലം നമുക്ക് കൂട്ടാൻ പറ്റില്ലല്ലോ. അതോടൊപ്പം എനിക്ക് പെട്ടെന്ന് ചോദിക്കാനുള്ളൊരു കാര്യം എന്താണെങ്കിൽ, ഇപ്പോൾ വയനാട് പോലെയുള്ള ഒരു സ്ഥലത്ത് ഏതാണ്ട് ഒരു പഴയ മാപ്പൊക്കെ എടുക്കുമ്പോൾ ഏതാണ്ട് 40% നീർച്ചാലുകളുണ്ടായിരുന്ന ഒരു മേഖലയാണ്. നമ്മുടെ ആ ചാലുകളുടെ ആ ശൃംഖല ഏറെക്കുറെ അതിൻ്റെ 70% നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് പുതിയ ഡാറ്റകൾ കാണിക്കുന്നത്. ഇപ്പോൾ പശ്ചിമഘട്ടത്തോട് ചേർന്ന് കിടക്കുന്ന വലിയ കുത്തനെ ചെരിവുള്ള സ്ഥലങ്ങളിൽ ഇതിങ്ങനെ മാറുമ്പോൾ അതിൻ്റെ എഡഫിക് ഫാക്ടേഴ്സ് വളരെ കൃത്യമായിട്ട് മണ്ണുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതിൻ്റെ ഈ പൊടിമണ്ണും അതിൻ്റെ പെബിൾസ് ഈ ചരൽ കല്ലുകളും ഒക്കെ തമ്മിൽ ബന്ധം ഇടുന്നത് സോയിൽ പൈപ്പിംഗ് ഒരു കാരണമാകാം. അത് മറ്റ് പല കാരണങ്ങളിൽ ഒന്ന് ക്വാറിയിങ് ഒരു പക്ഷേ ഒരു കാരണമാകാം. അത് കാരണം നമ്മൾ ക്വാറി നിർത്തിവെക്കാറുണ്ട് ഈ മഴ പെയ്യുമ്പോൾ മാത്രം. പക്ഷേ അതുണ്ടാക്കുന്ന വിള്ളലുകൾ അത് സ്വാഭാവികമായും വളരുന്നത് ഇതൊക്കെ കാരണമാവാറുണ്ട്. ഇത് എത്രത്തോളമുണ്ട്? അതിപ്പോൾ ഈ ക്വാറിയിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ സാധാരണ പെട്ടെന്ന് എന്ത് വന്നാലും ഈ ക്വാറിയെ കുറ്റപ്പെടുത്തരുത്, ക്വാറി ഇന്നിവിടെ ഇല്ല എന്നുള്ളൊരു സാധാരണ പ്രസ്താവനകൾ വരാറുണ്ട്. പക്ഷേ ഈ ക്വാറിയിങ് ചെയ്യുമ്പോൾ ക്വാറി വളരെ ദൂരെയാണെങ്കിലും നിങ്ങൾ അതിൻ്റെ സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി വഴിയുണ്ടാക്കുന്നു. അതുകൂടെ എപ്പോഴും ലോറികൾ, വളരെ ഹെവി ലോഡഡ് ആയിട്ടുള്ള ലോറികൾ പോകുന്നു. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ ഈ ഫ്രാക്ചർ സിസ്റ്റത്തിനെ കൂടുതൽ വലുതാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതെല്ലാം ഓരോരോ ഘടകങ്ങളാണ്. പിന്നെ മധു നേരത്തെ പറഞ്ഞു നദികളുടെ അവകാശങ്ങൾ. ഞാനൊരു പരമ്പര എഴുതിയിട്ടുണ്ട്, റൈറ്റ്സ് ഓഫ് റിവേഴ്സ്, നദികളുടെ അവകാശങ്ങൾ. ആ നദിയുടെ ഏറ്റവും വലിയ അവകാശം എന്താണ്? അവരുടെ ഫ്ലഡ് പ്ലെയിൻ വേണം. നദിക്ക് നമ്മൾ നദിയിൽ നിന്ന് പിടിച്ചെടുത്ത ആ സ്ഥലം നദി തിരിച്ച് ചോദിക്കുകയാണ്. ദേ ആർ ആസ്കിങ് ഫോർ ഇറ്റ്സ് ഓൺ സ്പേസ്. അതതിന് കൊടുക്കണം. അതിപ്പോൾ ചില സ്ഥലങ്ങളിൽ അതൊരു ലീഗലാണ്. നദി ഈസ് ട്രീറ്റഡ് ആസ് എ പേഴ്സൺ. നദിക്ക് അവകാശങ്ങൾ ചോദിക്കാം, ലീഗലായിട്ട് ചോദിക്കാം. അപ്പോൾ അത് വലിയൊരു ഏരിയ ഓഫ് വർക്കാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ ഈ വയനാട്ടിലും കാണുന്നത് എന്താണ്? അവരുടെ കാച്ച്മെൻറ്റ് ഏരിയ പോയി കയ്യേറുകയാണ്. അപ്പോൾ വെള്ളം കൂടുതൽ വരുമ്പോൾ
നദിക്ക് ഓക്യുപ്പൈ ചെയ്യാനുള്ള സ്ഥലം മനുഷ്യൻ ഓക്യുപ്പൈ ചെയ്യുന്നു. അത് നമ്മൾ മാറ്റണം. അവിടെയാണ് കുറച്ചുകൂടെ നമ്മൾ കൃഷി ചെയ്യുക, ആ ഭാഗത്ത് ഈ വെള്ളം അബ്സോർബ് ചെയ്യുന്ന രീതിയിലുള്ള കൃഷികൾ ചെയ്യുക, അത് ചെയ്തിട്ട് അതിനെ സംരക്ഷിക്കണം. അപ്പോൾ നമുക്ക് അത്രയും റിവറിൻ്റെ അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ഇതോടൊപ്പം ഒരു കാര്യം, ഞങ്ങൾ 3 പേരും അന്ന് ചൂരൽമലയിൽ നിൽക്കുമ്പോൾ ഈ പുതുതായി കൊണ്ടുവന്ന ഒരു ബെയിലി പാലമൊക്കെ കൊണ്ടുവന്ന് പട്ടാളക്കാർ ഉണ്ടാക്കിയ പാലമൊക്കെ കൊണ്ട് കഴിഞ്ഞ് നമ്മൾ എല്ലാവരും അവിടെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അമ്പലവയലിൽ നിന്നൊരു വിവരം കിട്ടുന്നത്. അവിടെ ഭൂമിക്കടിയിൽ നിന്ന് വലിയ തോതിൽ മുഴക്കങ്ങൾ ഉണ്ടാവുന്നു. അമ്പലവയലിൽ മാത്രമല്ല, അത് ആ പ്രദേശത്ത് വയനാട് ജില്ലയുടെ മറ്റു മേഖലകളിലുണ്ടായി, കോഴിക്കോട് ജില്ലയിലെ കൂടരഞ്ഞിയിലുണ്ടായി, അത് അങ്ങേയറ്റത്ത് തിരുവത്ര, കൃഷ്ണമേടത്തിന് അറിയാം, ചാവക്കാട് മേഖലയിലാണ് തിരുവത്ര പഞ്ചായത്തുള്ളത്. മലനാടും എടനാടും കഴിഞ്ഞ് തീരനാട്ടിലേക്ക് ഈ മുഴക്കങ്ങൾ ഭൂമിക്കടിയിലൂടെ കടന്നു പോകുന്നു എന്നുള്ളൊരു എന്തായിരിക്കും, ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. എന്തായിരിക്കും, ഇപ്പോഴും ആരും അതിനൊരു മറുപടി ഞങ്ങളോട് ആരും പറഞ്ഞിട്ടില്ല. എന്തായിരിക്കും ആ മുഴക്കങ്ങൾക്ക് കാരണം? അത് തുടങ്ങിയത് വരവൂരിൽ നിന്നാണ്. അപ്പോൾ അത് ഞാൻ വരവൂരിലേക്ക് തിരിച്ചു പോകാം. അപ്പോൾ വരവൂരിലെ ഒരു ചെറിയ 4.5 ആണ് ആ എർത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊരു വലിയ എർത്ത് ഒന്നും അല്ല. പക്ഷേ കുഴപ്പമെന്താണെന്ന് വെച്ചാൽ അതിന് കുറേ തുടർ ചലനങ്ങളുണ്ട്, ചെറുതായിട്ട്. അപ്പോൾ ഞങ്ങൾ പറയും ഈ കേരളത്തിലെ ചെറിയ എർത്ത് ഉണ്ടായാലും ഇവിടെ സെൻസറിൻ്റെ ആവശ്യമില്ല. ആൾക്കാരെല്ലാം കണ്ടുപിടിച്ച് വിളിച്ച് പറയും ഇവിടെ പൊട്ടി, അവിടെ ശബ്ദം വന്നു. അപ്പോൾ അവിടെ ആൾക്കാർക്ക് താമസിക്കാൻ പേടിയായി. ഓർമ്മയുണ്ടാവും, ആളുകൾ ടെൻറ്റൊക്കെ കെട്ടി പുറത്ത് താമസിക്കും. എന്നിട്ട് അവസാനം കുറച്ച് പേര് വന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ ഇങ്ങോട്ട്, ആൺകുട്ടികൾക്ക് കല്യാണം കഴിക്കാൻ കിട്ടുന്നില്ല, പെൺകുട്ടികളെ ഇങ്ങോട്ട് വിടുന്നില്ല എന്നൊക്കെയുള്ള ആ ലെവലിലെത്തി. കാരണം ഒരു വർഷം മുഴുവനും 100 കണക്കിന് ചെറിയ ചലനങ്ങൾ ഉണ്ടാവുകയാണ്. അതെന്താ ഈ ശബ്ദം ഉണ്ടാകുന്നതിൻ്റെ കാരണം അത് വളരെ ചെറുതായതുകൊണ്ടും ഭൂമിയോട് തൊട്ടടുത്ത് ഉണ്ടാകുന്നതുകൊണ്ടും അതൊരു എയറിലേക്ക് കയറുക എനർജി. അപ്പോൾ നമുക്കൊരു ഭയങ്കര ഗംഭീരമായ ഒരു ശബ്ദം പോലെ നമുക്ക് തോന്നും. പേടിയാകുന്നൊരു സംഭവം തന്നെയാണത്. പക്ഷേ നമുക്കറിയാം അതെന്താണ് അതിൻ്റെ കാരണം. അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ അവരെ വിശ്വസിപ്പിക്കും, പേടിക്കേണ്ട കാര്യമില്ല. ഇത് ശരിക്കും ഒരു എന്താ പോസിറ്റീവ് തിങ്ങാണ്. കാരണം ഈ ചെറിയ എർത്ത് വന്നാൽ പിന്നെ വലുത് വരില്ല. നിങ്ങളോട് ധൈര്യമായിട്ട് ഇവിടെ താമസിച്ചോളം പറയും. അപ്പോൾ അവർ പറയും നിങ്ങളെന്നാൽ ഇവിടെ താമസിക്കും, ഞങ്ങളൊരു സ്ഥലം തരാം, നിങ്ങൾക്ക് വീടൊക്കെ വെച്ച് തരാം, നിങ്ങളതൊന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ഇവിടെ ഒന്ന് താമസിക്കുമെന്ന് പറയും. അപ്പോൾ അതെനിക്ക് നന്നായിട്ടറിയാം. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ പലപ്പോഴും നേരത്തെ ഈ പറഞ്ഞ പോലെ റൂട്ടോ അല്ലെ വേറെ എന്തെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി പെട്ടെന്ന് ഈ ഒരു പാർട്ടി സോയിൽ ഒലിച്ചു പോയിട്ട് ഒരു ക്യാവിറ്റി ഉണ്ടാകുകയാണെങ്കിൽ അതിലേക്കൂടെ വെള്ളം ആ ഒലിച്ചു പോകുന്നതാണ് നമുക്ക് ശബ്ദമായിട്ട് കിട്ടുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ അതൊരു ലാൻഡ് സബ്സൈഡ് ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നമാണത്. അത് നമ്മൾ ഈ പഴയ കാലങ്ങളിൽ ചെയ്തിട്ടുള്ള ഭൂവിനിയോഗത്തിൻ്റെ ഒരു ആഫ്റ്റർമാത്തായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അത് ഭൂചലനം അല്ല, അത് പ്രത്യക്ഷത്തിൽ വലിയ അപകടങ്ങളില്ല. അത് കഴിഞ്ഞാൽ ഇപ്പോൾ വിള്ളലുകളൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരും, അല്ലാതെ ഒരു പ്രശ്നമുള്ള കാര്യമല്ല അത്. ഒറ്റ വരി ഞാനൊന്ന് കൂട്ടി യോജിപ്പിച്ചോട്ടെ. മാഡം പറഞ്ഞ വളരെ ശരിയാണ്. ഞാനും അത് വായിച്ചിട്ടുള്ള ഒരാളാണ്. പുഴയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് മാഡം എഴുതിയിട്ടുള്ള സംഭവങ്ങൾ. ഇപ്പോൾ ഞാനൊരു ഗവൺമെൻറ്റിൻ്റെ ഭാഗം കൂടി ആയതുകൊണ്ട് ഈ മലയാള ഭാഷാ സാംസ്കാരിക വേദിയിൽ വെച്ചുകൊണ്ട് പറയുകയാണ്, ഈ നമ്മുടെ ഡിജിറ്റൽ റീസർവേ നടക്കുമ്പോൾ ഞങ്ങൾ ഈ പുഴകൾ കൂടി പരിശോധനയ്ക്കും സർവേക്കും വിധേയമാക്കാനുള്ള കാരണം, ആ പരിശോധനയ്ക്ക് ശേഷം അവിടെ പുഴയൊഴുകേണ്ട വഴികളെ മുഴുവൻ കൃഷി ചെയ്തു മാത്രമല്ല വീട് വെച്ചും സ്ഥലം വെച്ചും കയ്യേറിയും ഭൂമി പിടിച്ചെടുക്കുന്ന മുഴുവൻ പേരെയും ഒഴിപ്പിക്കാനുള്ള അത്യധ്വാനം ചെയ്യുന്ന ഒരു വർക്കിലേക്ക് ഞങ്ങളത് പോവുകയാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് തന്നെ ഫ്ലഡ് ലെവൽ അളന്ന കൂട്ടത്തിൽ ഈ പുഴകൾ ഒഴുകുന്ന വഴികളെ സംബന്ധിച്ചിട്ടുള്ള ഒരു മാർക്കിംഗ് നടത്തിയിട്ടുണ്ട്. ഈ ഡിജിറ്റൽ റീസർവേ കൂടി പൂർത്തിയാകുമ്പോൾ ഓരോ പുഴകൾക്കും ഒഴുകേണ്ട വഴി ആ പുഴയ്ക്ക് തിരിച്ചു കൊടുക്കാനുള്ളൊരു അത്യധ്വാനം നമ്മൾ ചെയ്യും. മറ്റൊരു കാര്യം, ഈ അന്ന് ഇപ്പോൾ ചോദിച്ചതുപോലെ നമ്മളവിടെ നിൽക്കുമ്പോൾ ഉണ്ടായ ഈ ശബ്ദത്തിന് 2 വ്യത്യാസങ്ങളുണ്ട്. ഒന്നുണ്ടാകുന്ന 50 വയലിലും മറ്റൊന്നുണ്ടാകുന്നത് പടിഞ്ഞാറത്തറയിലുമാണ്. സെൻട്രൽ സീസ്മോഗ്രാഫിക്കിൻ്റെ റിപ്പോർട്ടിൽ ഒരു തരത്തിലും ചലനമുണ്ടാക്കാത്ത കൊച്ചു ശബ്ദങ്ങൾ മാത്രമാണ്. അന്ന് ഞങ്ങൾക്കതിന് മറുപടി കിട്ടിയിരുന്നത്, എന്തുകൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടില്ല എന്നറിയില്ല. അത് അന്ന് കിട്ടിയ മറുപടി സീസ്മോഗ്രാഫിക്കുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെ പരിശോധിച്ച് നൽകിയൊരു മറുപടി, 2 പാറകൾ തമ്മിൽ കുറച്ചൊന്ന് മാറിയിരുന്നത് സെറ്റിൽഡായതിൻ്റെ ഒരു കൊച്ചു ഞരക്കം മാത്രമാണെന്ന് കേട്ടത് എന്നാണ് അന്നറിയാൻ വേണ്ടി കഴിഞ്ഞത്. കൃത്യമായിട്ട് അന്ന് അന്വേഷിച്ചിരുന്നു ആ യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞത്. തിരിച്ചു പിടിക്കും ഏത് വഴി. ഷൈജ ഇത്രയും നേരം സാങ്കേതികമായിട്ടൊക്കെ പറഞ്ഞത് എങ്ങനെ ഇതിൻ്റെ ആഘാതങ്ങൾ കുറയ്ക്കാം എന്നതുമായി ബന്ധപ്പെട്ടാണ്. പക്ഷെ ആഘാതങ്ങൾ ഏറ്റ ആളുകൾ, ഇടിവെട്ടേറ്റ് നിൽക്കുന്ന ആളുകൾ നിങ്ങൾ തന്നെയാണ്. ഇപ്പോൾ എന്താണ് അവിടുത്തെ അവസ്ഥ? പുനരധിവാസവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എത്രത്തോളമുണ്ട്? പട്ടിക ഇനിയും വന്നിട്ടില്ല എന്ന് നമുക്കറിയാം. 400 ഏറെക്കുറെ അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് എന്നാണ് ഇന്ന് ഞാൻ വയനാട്ടിൽ നിന്ന് എനിക്ക് കിട്ടിയ വിവരം.
പുനരധിവാസവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പ്രതീക്ഷകളും പേടികളും എന്തൊക്കെയാണ്? പുനരധിവാസവുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടായൊരു പേടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എസ്റ്റേറ്റ് ഭൂമി ഏറ്റെടുക്കുന്നതിനെ കുറിച്ചുണ്ടായ വലിയൊരു ആശങ്കയായിരുന്നു. അത് ഈ അടുത്ത് മേപ്പാടി നടന്നൊരു മീറ്റിങ്ങിൽ, MSA ഓഡിറ്റോറിയത്തിൽ നടന്നൊരു മീറ്റിങ്ങിൽ നമ്മൾ ബഹുമാന്യനായ മിനിസ്റ്റർ വന്ന് കൃത്യമായി അതിനെക്കുറിച്ച് ജനങ്ങളോട് പറയുകയുണ്ടായി. അതിനുശേഷം നമുക്കുള്ള ഗ്രൂപ്പുകളിലൊക്കെ തന്നെ പോസിറ്റീവായ ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞങ്ങൾക്ക് അതിനേക്കാളും വലിയൊരു ആശ്വാസം നൽകിയത് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് ഇന്നത്തെ ബജറ്റിൽ വെച്ച പൈസ 750 കോടി എന്ന് പറയുമ്പോൾ അത് ഞങ്ങൾക്ക് വലിയൊരു ആശ്വാസമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ വാടക വീട്ടിൽ കഴിയുമ്പോൾ നമുക്കുണ്ടാവുന്ന കുറേ പ്രശ്നങ്ങൾ ഇപ്പോൾ സർക്കാർ ഇതുവരെ ഇല്ലാത്ത സംവിധാനങ്ങളിലൂടെ ഞങ്ങളെയൊക്കെ സഹായിക്കുന്നുണ്ട്. വാടക തന്നിട്ടായാണെങ്കിലും 6 മാസത്തെ കറണ്ട് ബില്ല് ഫ്രീ ആക്കി, ഗ്യാസ് കണക്ഷൻ ഫ്രീ ആക്കി ഒക്കെ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുകൊണ്ടൊന്നും ആയില്ലല്ലോ. നമുക്ക് സ്വന്തമായൊരു വീട് എന്നുള്ള സ്വപ്നം, കുറേ അച്ഛനമ്മമാർ നഷ്ടപ്പെട്ട മക്കളുണ്ട്, കുറേ മക്കൾ നഷ്ടപ്പെട്ട അച്ഛനമ്മമാരുണ്ട്, ഒറ്റയ്ക്കായി പോയ ആളുകളുണ്ട്. ഇതിൻ്റെയൊക്കെ ഭാഗമായി തന്നെ ഡിപ്രഷൻ കൊണ്ട് നടക്കുന്ന, ഇപ്പോൾ സ്ഥിരമായി അന്ന് മുതൽ ഇന്ന് വരെ മെഡിസിൻ എടുക്കുന്ന കുറേ ആളുകളുണ്ട്. ഈ ആളുകളൊക്കെ ഒന്നുകൂടെ സന്തോഷിക്കണമെങ്കിൽ ഞങ്ങൾക്ക് സ്വന്തമായൊരു വീട് എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ജനുവരിയിൽ തറക്കല്ലിടയിൽ നടക്കുമെന്ന് പറഞ്ഞിരുന്നു. അതിന് മറുപടി മിനിസ്റ്റർ തന്നെ പറയട്ടെ. ആ തറക്കല്ലിടയിലെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ അവിടുത്തെ പ്രായമായ ആളുകൾക്കൊക്കെ അവരിലുള്ള ആശങ്ക ഒഴിവാക്കാൻ വേണ്ടി കഴിയും. ഇപ്പോൾ എന്നെയൊക്കെ കാണുമ്പോൾ നമ്മളോടൊക്കെ ആളുകൾ ചോദിക്കുന്ന അടുത്ത ചോദ്യം ഇതാണ്: ഷൈജ, എന്തായി, നമുക്ക് വീട് കിട്ടുമോ? അല്ലെ നമ്മൾ എന്നും വാടക വീട്ടിൽ തന്നെ കഴിയേണ്ടി വരുമോ? നമ്മളാൽ കഴിയുന്ന തരത്തിലൊക്കെ അവരെ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും അറിയാലോ അത് എത്രമാത്രം അതിൽ അവർ ആശ്വാസം കണ്ടെത്തുന്നുണ്ടാകും എന്നുള്ളത്. അത് പറയേണ്ടിടങ്ങളിൽ നിന്ന് പറയുകയും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഈ ഒരു കാര്യത്തിൽ സമാധാനിക്കാൻ വേണ്ടി കഴിയുള്ളൂ. മിനിസ്റ്റർ, കുറച്ചുകൂടി നമ്മൾ തമ്മിൽ തെറ്റുന്ന ചോദ്യമായിരിക്കും സ്വാഭാവികമായും. കാരണം മാസങ്ങൾക്ക് ശേഷവും ആ പ്രദേശത്തിൻ്റെ സങ്കടത്തിൻ്റെ ഒരു അംശം പോലും ഇപ്പോഴും ഷൈജ പറഞ്ഞിട്ടില്ല. കാരണം എനിക്ക് ഇപ്പോഴും രാത്രിയൊക്കെ ഓരോരുത്തർ വിളിച്ച് കരയുന്ന, ഈ മാസങ്ങൾക്ക് ശേഷവും വിളിച്ച് കരയുമ്പോൾ നമ്മൾ വല്ലാതെ തകർന്നു പോകുന്ന ദിവസങ്ങളാണ് ഇപ്പോഴും. അസാധാരണമായ സാഹചര്യങ്ങളിൽ അസാധാരണമായ നടപടിക്രമങ്ങളിലൂടെ മുന്നോട്ട് പോകണം എന്നെപ്പോഴും പറയുന്ന അങ്ങേപ്പോലുള്ള ഒരാൾ എന്തുകൊണ്ട് ഇത്ര സമയം പാഴാക്കി എന്ന് തന്നെ ചോദിക്കേണ്ടി വരും. കാരണം കേന്ദ്ര സഹായമില്ല, അതിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ഈ മനുഷ്യർക്ക് ജീവിതം എന്ത് എന്ന് പ്ലാൻ ചെയ്യാൻ പോലും കഴിയാത്ത വിധത്തിൽ അവർ നിൽക്കുകയാണ്. അവരുടെ ഓരോ ദിവസങ്ങളും, ഇപ്പം ഞാനിത് ഇത്രതായി പറയാൻ കാരണം പുത്തുമല ദുരന്തത്തിന് ശേഷം ഉണ്ടാക്കിയ വീടുകളിൽ ഞാൻ പോയി. അന്ന് മാതൃഭൂമി സ്ഥലം നൽകിയിരുന്നു. അന്ന് പണിത വീടുകളിൽ മറ്റേതോ നഗരങ്ങളിലിരുന്ന് അവിടുത്തെ മനുഷ്യരുടെ വയനാടുമായി ബന്ധപ്പെട്ട സങ്കല്പങ്ങൾ അനുസരിച്ച് പണിതീർത്ത വീടുകളിൽ ഓരോ മഴക്കാലം കഴിയുമ്പോഴും ആ വീടുകളിൽ വീണ് കയ്യും കാലും ഒടിയുന്നവരുടെ ദയനീയ അവസ്ഥയാണ്. കാരണം പെയ്യുന്ന മഴയുടെ വലിയൊരു പങ്ക് വീട്ടിനുള്ളിലേക്കാണ്. അത്ര ദയനീയമായ അവസ്ഥയിൽ അവർക്ക് മുൻപ് ഉള്ളവരെ അവർ കാണുന്നുണ്ട്. എന്തുകൊണ്ട് ഇത് ഡിലേ ആവുന്നു? ഇപ്പോൾ 421 പേർ, ഇനി കൂടുതൽ പട്ടിക വരാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യാം എന്നുള്ളതാണ് വയനാട്ടിൽ നിന്ന് എനിക്ക് കിട്ടിയ വിവരം. എത്രത്തോളം വേഗത്തിൽ ചെയ്യാനാകും? എത്രത്തോളം സുതാര്യമായി ഇത് ചെയ്യേണ്ടതുണ്ട്? ഈ തുടർച്ചകളുടെ കാര്യത്തിൽ ഞാൻ ആദ്യം ചോദിച്ചത് അതാണ്. ഇനിയെങ്കിലും ഒരു ദുരന്തമുണ്ടാകുമ്പോൾ മാത്രമല്ല നമ്മൾ അതിനെ കാണേണ്ടത്, അത് കാണും മുമ്പ് തന്നെ ഇതിന് മുൻകൂട്ടി ചെയ്തുകൊണ്ട് വേഗത്തിൽ ആശ്വാസം എത്തിക്കാവുന്നൊരു സംവിധാനമായി എങ്ങനെ മാറാനാവും? സത്യത്തിൽ മധു എന്നെയുമായി തെറ്റിയല്ല. ഞാൻ പരിചയപ്പെട്ടതിന് ശേഷം ഏറ്റവും സഹായകരമായ ചോദ്യമാണ് ഇപ്പോൾ മധു ചോദിച്ചതെന്നുള്ള പക്ഷക്കാരനാണ്. കാരണം സർക്കാരിനെ വിശദീകരിക്കേണ്ടത് വിശദീകരിക്കാമല്ലോ. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഇതുപോലെ ഒരു ദുരന്ത നിവാരണ പ്രക്രിയ നടന്ന ഏതെങ്കിലും ഒരു പ്രദേശമുണ്ടോ എന്ന് അങ്ങ് ഏതെങ്കിലും അനുഭവത്തിൽ ഒന്ന് സൂചിപ്പിച്ചാൽ മതി. സാധാരണ നിലയിൽ നമ്മുടെ നാട്ടിലൊരു ദുരന്തം ഉണ്ടായാൽ ആളുകൾക്ക് കൊടുത്തുവിടുന്ന സാധാരണ പണമാണോ നമ്മൾ കൊടുക്കുന്നത്? ദേശീയ ദുരന്ത നിവാരണ നിധിയുണ്ട്, പിന്നെ നമുക്ക് കിട്ടുന്ന STRF എമൗണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റിന് 15ാം ധനകാര്യ കമ്മീഷൻ്റെ ഭാഗമായി 291.20 കോടി ചൂരന്മല ഉണ്ടായാലും ഇല്ലെങ്കിലും നമുക്ക് തരണ പൈസ. ആ പൈസയിൽ നിന്ന് ഏറ്റവും അവസാനം ഇറങ്ങിയ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അറിയിപ്പനുസരിച്ച് കുന്നിൻ ചെരുവിലാണെങ്കിൽ 2 ലക്ഷവും സമതലത്തിലാണെങ്കിൽ 1,80,000 തകർന്നു പോയൊരു വീടിന് കൊടുക്കാവുന്ന സംഖ്യ. കേരളത്തിലൊരു മാറ്റമുണ്ട്. CMDRF കൂടി ചെലവഴിച്ചുകൊണ്ട് ഏതു ദുരന്തമുണ്ടായാലും ഭൂമി മേടിക്കാൻ 6 ലക്ഷവും വീട് വയ്ക്കാൻ 4 ലക്ഷവും കൊടുക്കും.
ആ പണം കൊടുത്ത് ഒഴിവാക്കേണ്ടവരാണോ ചൂരൽമലക്കാർ? അല്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. എന്തിനാണ് ഇത്ര നേരം വൈകിയത്? കേരളത്തിലെ ഗവൺമെൻറ് സാധാരണ കൊടുക്കുന്ന ഭൂമി മേടിക്കാൻ 6 ലക്ഷവും വീട് വെക്കാൻ 4 ലക്ഷവും വേണ്ട അതിൻ്റെ ഇരട്ടി 20 ലക്ഷമോ കൊടുത്ത് ഷേക്ക് ഹാൻഡ് കൊടുത്ത് അവസാനത്തെ ദുരന്തബാധിതനും പണം കൊടുത്തയച്ചു എന്ന് പറഞ്ഞയക്കേണ്ട ഒരു ദുരന്തമല്ല ചൂരൽമലയിൽ ഉണ്ടായതെന്ന അഭിപ്രായക്കാരാണ് ഞങ്ങൾ. ആഗസ്റ്റ് 23-ാം തീയതി ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി നേരിട്ട് വന്ന് അവിടുത്തെ ഓരോ മനുഷ്യരോടും, ക്യാമ്പിൽ താമസിക്കുന്ന ഓരോ മനുഷ്യരോടും പുനരധിവാസത്തെക്കുറിച്ച് ചോദിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ പുത്തുമലയിൽ നിന്ന് ചൂരൽമലയിൽ വന്നവരാണ്, അവിടെ ഞങ്ങളുടെ പകുതി പേരെ ദൈവം വിട്ടു, ഇപ്പോൾ ഞങ്ങളിലെ മഹാഭൂരിപക്ഷം പേരെയും ഞങ്ങളെ ദൈവം ഒറ്റപ്പെടുത്തി, ഇനി നിങ്ങളായി ഞങ്ങളെ ഒറ്റപ്പെടുത്തരുത്. അതൊരു ഹൃദയത്തിൽ തട്ടുന്ന വേദനയുള്ള ഒരു പ്രശ്നമാണ്. ആ പ്രശ്നത്തിന് എങ്ങനെയാണ് മറുപടി പറഞ്ഞത്? നമ്മൾ പറഞ്ഞു, നിങ്ങളെ ഒറ്റപ്പെടുത്തി വിടുന്ന പ്രശ്നമില്ല, കൈ കൊടുത്ത് തോട്ടഭൂമി മുറിച്ചു മാറ്റാൻ അനുവാദമില്ലാത്ത തോട്ടഭൂമിയിലേക്ക് ഇനി ഒരു കാലത്തും കിട്ടാത്ത, അല്ലെങ്കിൽ ഒരു കാലത്തും പണിയാൻ പോകാത്ത, ഒരു കാലത്തും നീതി ലഭിക്കാത്ത സ്ഥലങ്ങളിലേക്ക് പോകാനല്ല ഗവൺമെൻറ് തീരുമാനിച്ചു. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് താമസിപ്പിക്കാൻ ഒരു ടൗൺഷിപ്പ്, കൂടുതൽ ആളുകളുണ്ടായാൽ 2 ടൗൺഷിപ്പ്. അതെവിടെ വേണം? അവിടെ ജന്മം കൊണ്ട സ്ഥലങ്ങളില്ല. 25 നമ്മുടെ തോട്ടങ്ങൾ നമ്മൾ ലിസ്റ്റ് എടുത്തു. ഡോക്ടർ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള ഭൗമ്യശാസ്ത്ര സംഘം പോയി അതിൽ 9 ഇടങ്ങൾ സുരക്ഷിതമാണെന്ന് അറിയിച്ചു. ആ 9 ഇടങ്ങളിൽ ഏറ്റവും അടുത്തുള്ള നെടുമ്പാലയും എൽസ്റ്റോണും 2 എസ്റ്റേറ്റുകൾ ഏറ്റെടുത്തു എന്ന് അങ്ങേക്ക് അറിയാമല്ലോ. ഒക്ടോബർ 4-ന് ദുരന്തം നടന്ന 61-ാമത്തെ ദിവസം കേരളത്തിലെ ഗവൺമെൻറ് ഏറ്റെടുത്തു. പക്ഷേ അത് കോടതിയിൽ കേസ് പോയി. കോടതിയിൽ കേസ് വിചാരണ കഴിഞ്ഞ് വിധി വരുന്നത് ഡിസംബർ 27-നാണ്. ഡിസംബർ 27-ന് ദുരന്ത നിവാരണ ആക്ട് അനുസരിച്ച് ഭൂമി ഏറ്റെടുക്കാൻ സർക്കാരിന് അധികാരമുണ്ട് എന്ന പ്രഖ്യാപനം വന്ന് 4 ദിവസം കഴിയുന്നതിന് മുമ്പ് കേരളത്തിലെ ക്യാബിനറ്റ് അവിടെ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ടൗൺഷിപ്പിൻ്റെ പൂർണ്ണമായിട്ടുള്ള മാതൃക ജനങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചു. ഏജൻസിയെ നിശ്ചയിച്ചു, കിഫ്കോൺ. അതിൻ്റെ പണിയെടുക്കേണ്ടവരെ നിശ്ചയിച്ചു, ULCC. അത് നയിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ള ഉപദേശക സമിതി. അവിടെ ഇത് നിയന്ത്രിക്കാൻ ഒരു സ്പെഷ്യൽ ഓഫീസർ. ഇനിയുള്ള പ്രശ്നം എന്താ? നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരുന്ന് തീരുന്നതിന് മുമ്പ് 1-ാമത്തെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. കരടല്ല, 1-ാമത്തെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. നമ്മൾ സംസാരിച്ച് അവസാനിക്കുന്നതിന് മുമ്പ് 2-ാമത്തെ ലിസ്റ്റിൻ്റെ കരട് വരും. എന്താണ് 2-ാമത്തെ ലിസ്റ്റ്? 1ഉം 2ഉം 2 ഘട്ടങ്ങളിൽ നടപ്പിലാക്കുന്നതല്ല, ഞങ്ങൾ നിശ്ചയിച്ചു 2ഉം ഒരുമിച്ച് നടപ്പിലാക്കുന്നത്. പക്ഷെ 1 പൂർണ്ണമായി ദുരന്തത്തിലിടപെട്ട് വീട് നഷ്ടപ്പെട്ടവർ, 2 ജോൺ മത്തായി പറഞ്ഞതനുസരിച്ച് നോട്ട് ഗോ സോണിൽ ഉൾപ്പെടുന്നവർ. അതിലും തീർന്നില്ല, നോ ഗോ സോണിൽ ഉൾപ്പെടുന്നവരോട് ചേർന്ന് നിൽക്കുന്ന ഒറ്റപ്പെട്ടു പോകുന്നവർ, വഴിയില്ലാത്തവർ, ഒറ്റപ്പെടുന്നവർ, അവരെ കൂടി 2-ാമത്തെ ലിസ്റ്റ് ഉൾപ്പെടുത്തുകയാണ്. ആർക്കൊക്കെ വീട് കൊടുക്കും? അവിടെ താമസിച്ച സ്ഥിരം വീടുള്ളവർക്കല്ല, വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് വീട് കൊടുക്കും. അവിടെ ലയങ്ങളിൽ താമസിക്കുന്ന മുഴുവൻ തൊഴിലാളികൾക്കും വീട് കൊടുക്കും. ഞാൻ ഉറപ്പിച്ച് ഈ സമ്മേളനത്തിൻ്റെ മുമ്പാകെ പറയുന്നു, 2025 ഡിസംബർ 31 പൂർത്തീകരിക്കുന്നതിനിടയിൽ അവസാനത്തെ ദുരന്തബാധിതനും വീടുണ്ടാക്കി കൊടുക്കാതെ ചൊരമറങ്ങില്ല മലയാളം. അതാണ് ഈ കേരളം കൊടുക്കുന്ന ഉറപ്പ്. ഇതിലൊരു പ്രശ്നമുണ്ട്, നാം കാണേണ്ട പ്രശ്നം. 750 കോടി രൂപ ഇന്ന് പ്രഖ്യാപിച്ചു എന്ന് മാത്രമല്ല, 2 സ്ഥലങ്ങൾ ഏറ്റെടുത്തു. അവിടുത്തെ സർവേ പൂർണ്ണമായി. നമുക്ക് ജനുവരിയിൽ അവസാനം ഞങ്ങൾ തുടങ്ങാമെന്ന് പറഞ്ഞത് എങ്ങനെയാണ്? ഒക്ടോബർ 4-ന് സ്ഥലം ഏറ്റെടുക്കുന്ന ഘട്ടത്തിലാണ്. പക്ഷേ നവംബർ ഡിസംബർ 2 മാസക്കാലം ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിലതിരുന്നു. എനിക്കറിയാൻ സമയം കഴിഞ്ഞുവെന്ന്. 2 മാസക്കാലം അതിരുന്നു. ആ 2 മാസക്കാലത്തൊരു വ്യത്യാസം ഉണ്ടാകും. ഒരു പേടിയും പേടിക്കണ്ട. ഒറ്റ പ്രശ്നമേ ഈ മാതൃഭൂമി എന്ന മലയാളത്തിൻ്റെ മഹത്തായ പ്രസിദ്ധീകരണത്തിൻ്റെ വേദിയിൽ നമ്മൾ ഓർമ്മപ്പെടുത്താനുള്ളൂ. 5 മാസക്കാലം വൈകി കേന്ദ്ര ഗവൺമെൻറ്. എങ്കാണ് ഇത് അതിതീവ്രമായ ദുരന്തം, ഡിസാസ്റ്റർ ഓഫ് സീവിയർ നേച്ചർ, ഇത് പറയാൻ 5 മാസം വൈകി. ഡിസാസ്റ്റർ ഓഫ് സീവിയർ നേച്ചറിൽപ്പെട്ട ഒരു പ്രദേശത്തെ ദുരന്തബാധിതരുടെ കടങ്ങൾ എഴുതി തള്ളാൻ ബഡ്ജറ്റിൽ ഒരു പൈസയും വെക്കണ്ട, ഒരു പൈസയും വേണ്ട, ഒരു പൈസയും ഞങ്ങൾക്ക് തരണ്ട. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഒരു യോഗം കൂടി ഈ 3 വാർഡിലെ ദുരന്തബാധിതരുടെ കടങ്ങൾ എഴുതി തള്ളാമെന്ന് തീരുമാനിച്ചാൽ മാത്രം മതി. ഇത് ആര് കൊടുത്തുറപ്പാണ്? 2005 എല്ലാ രാഷ്ട്രീയക്കാരും അടങ്ങുന്ന ഇന്ത്യയുടെ പാർലമെൻറ്റ് പാസാക്കിയ ദുരന്ത നിവാരണ നിയമത്തിൻ്റെ സെക്ഷൻ 13 പറയുന്നു, നിങ്ങൾക്ക് ഈ റൈറ്റ് ഉണ്ട്, നിങ്ങൾ ഉപയോഗിച്ചാൽ ഒരാൾക്കും എതിർക്കാൻ പറ്റില്ല, ഒരു ബാങ്കിനും ഒരു കോടതിയിലും പോകാൻ പറ്റില്ല. ആ കടം എഴുതി തള്ളണമെന്ന് മാത്രമല്ല, ഈ മേപ്പാടിയിലെ പാവപ്പെട്ട ദുരന്തബാധിതർക്ക് ജീവനോപാധിക്ക് വേണ്ടി ഒരു പുതിയ സ്ഥാപനം തുടങ്ങാനുള്ള ലോണും കൊടുക്കണം. കേരളം ചെയ്തു? ആ ഒരു ചോദ്യം ചോദിക്കാം. കേരളത്തിന് ആകെയുള്ള ബാങ്ക് കേരള ബാങ്കാണ്. കേരള ബാങ്ക് ആ 3 വാർഡിലെയും മുഴുവൻ ആളുകളുടെയും കടം എഴുതി തള്ളി. ദേശസൽകൃത ബാങ്കിൽ കേരളത്തിന് ഇടപെടാൻ പറ്റില്ല. SLBCയിൽ കേരളം ഇത് ആവശ്യപ്പെട്ടു, അവർ പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞു. ആ റൈറ്റ് എന്തുകൊണ്ടാണ് ഉപയോഗിക്കാത്തത്? ഞാൻ പറഞ്ഞല്ലോ, ഇനി
കേന്ദ്ര ഗവൺമെൻറ് പൂർണ്ണമായി അങ്ങ് കേരളത്തെ തള്ളിയാലും ഡിസംബർ 31 മുമ്പ് അവസാനത്തെ ദുരന്തബാധിതനും വീടണയും എന്ന് മാത്രമല്ല സമഗ്രമായൊരു പുനരധിവാസ പാക്കേജ്. അവിടെ നമുക്കറിയാം 600 ജീപ്പ് ഉടമകളാണ്, ജീപ്പ് ഡ്രൈവർമാരാണ്. ഇനി ചൂരന്മലയിലേക്ക് സ്വപ്നയോഗത്തിലേക്ക് സൂര്യാസ്തമയം കാണാനും സൂര്യോദയം കാണാനും കൊണ്ടുപോകാൻ ജീപ്പിൽ ആൾ കയറില്ല. അവരെ പുനരധിവസിപ്പിക്കണ്ടേ, കടകളെ പുനരധിവസിപ്പിക്കണ്ടേ, വെള്ളാർമല സ്കൂൾ പുതുക്കി പണിയണ്ടേ, ആ റോഡുകൾ നമുക്ക് തിരിച്ചു പിടിക്കണ്ടേ? എല്ലാം സാധ്യമാകും. അതിനൊരു വർഷക്കാലത്തെ കാലയളവ് ഈ കാരണം ആവശ്യപ്പെടുന്നു. ആ ഒരു വർഷക്കാലത്തിനിടയിൽ സർക്കാർ എന്ന് ഇവിടെ പറയുമ്പോൾ 99 പേരുടെ ഭൂരിപക്ഷത്തെക്കുറിച്ചല്ല, 41 പേരുടെ പ്രതിപക്ഷത്തെക്കുറിച്ചുമല്ല, പക്ഷമില്ലാത്തവരുൾപ്പെടെയുള്ള 3.5 കോടി മലയാളം ഒരു മനസ്സായി ഒരു ഗവൺമെൻറ് ആകും. അതിൽ ഈ പ്രശ്നങ്ങൾ പൂർണ്ണമായി നമുക്ക് പരിഹരിക്കാനാണ്. എനിക്ക് ചോദ്യങ്ങൾ ഒരുപാടുണ്ട്, പക്ഷേ സമയം കഴിയുന്നു. പക്ഷെ പെട്ടെന്ന് സദസ്സിൽ നിന്ന് ആർക്കെങ്കിലും ചോദ്യങ്ങൾ? കാര്യമാണ്. നമ്മുടെ ഈ പുഴകളിലൊക്കെ എത്രയോ കാലമായി മണലുകൾ യഥാർത്ഥത്തിൽ പുഴയ്ക്കൊന്നും ഒരു ക്യാരിയിങ് കപ്പാസിറ്റി ഇല്ലാത്തൊരവസ്ഥയുണ്ട്. ഇപ്പം ഞാൻ തേജസ്വിനി പുഴയുടെ തീരത്ത് നിൽക്കുന്ന ഒരാളാണ്. അവിടെ ഞാൻ 25 വർഷം മുമ്പ് ഇതിലും വലിയ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് ഈ പുഴയിൽ കണ്ടെയ്ൻ ചെയ്തുകൊണ്ടിരുന്ന വെള്ളം ഇന്ന് അതിനേക്കായാലും കുറഞ്ഞ മഴയിൽ തീരത്തേക്കെല്ലാം കയറി. അപ്പോൾ നമ്മുടെ നീരീശ്വരൻ നഗരത്തിൻ്റെ അവിടുന്ന് നിരവധി ആൾക്കാരെ വെള്ളം കയറുന്നെന്ന് പറഞ്ഞ് ഒഴിപ്പിക്കേണ്ട അവസ്ഥ വരുന്നു. എന്തുകൊണ്ട് അത് നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയുന്നില്ല? അടുത്ത ചോദ്യം ആരെങ്കിലും ഉണ്ടെങ്കിൽ. ഹലോ, പെട്ടെന്ന് 2 ക്വസ്റ്റ്യൻസ്. ഒന്ന്, നമ്മൾ കേരളത്തിൻ്റെ അവൈലബിൾ ലാൻഡ്സ്കേപ്പ് ഉചിതമായിട്ട് നമ്മുടെ മരങ്ങൾ നട്ടുപിടിപ്പിച്ച് ഉപയോഗിക്കുന്നില്ല. അപ്പം നമ്മൾ കളമശ്ശേരി കൂടെ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ നമുക്കറിയാം HMTയുടെ ആ ഒരു 2 കിലോമീറ്റർ ദൂരത്തിലുള്ള റോഡിൽ നമുക്ക് 2 സൈഡിൽ നിന്നും കിസ്സിങ് ട്രീസ് ഉണ്ട്. ആ മരങ്ങൾ ഒന്നും വീണ് ഒരു കാറുകൾക്കോ ഒരു ബസ്സിനോ അപകടമുണ്ടായിട്ട് എൻ്റെ അറിവിൽ അറിയത്തില്ല. അപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റോഡുകളുടെ 2 സൈഡിലുമുള്ള ആ ഒരു സ്പേസ്, അതിന് ഉചിതമായ മരങ്ങൾ നട്ട് എന്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു അത് യൂട്ടിലൈസ് ചെയ്യാതിരിക്കുന്നത്? ഒന്ന്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സ്കിൽ, അതിനുള്ളൊരു ട്രെയിനിങ്. ഇത്രയും ഡിസാസ്റ്റേഴ്സ് നമ്മൾ ഫേസ് ചെയ്യുന്നു, പക്ഷേ ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സ്കില്ലിനുള്ള ട്രെയിനിങ്, അങ്ങനെ ഒരു ഡിസാസ്റ്റർ വന്നാൽ എങ്ങനെ നമ്മളതിനെ അഭിമുഖീകരിക്കണം? ഇപ്പോൾ 18 പേര് തിരിച്ചു പോയി എന്ന് പറഞ്ഞു, അതൊക്കെ ഒരു ഡിസാസ്റ്ററിൽ ഉണ്ടാവേണ്ട ഒരു കാര്യമല്ല. ദേ ഷുഡ് നോട്ട് ബി ഗോയിങ് ബാക്ക്. സോ അങ്ങനെ ഒരു ഡിസാസ്റ്റർ സിറ്റുവേഷൻ വന്നാൽ അതിനെ നേരിടാൻ നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും അതുപോലെ മറ്റ് സ്ഥാപനങ്ങളിലുള്ള ട്രെയിനിങ് എന്തുകൊണ്ടാണ് ഗവൺമെൻറ് സ്റ്റാർട്ട് ചെയ്യാത്തത്? താങ്ക് യു. ഇവിടെ പുഴയിൽ നിന്ന് മണലെടുത്ത് പുഴയെ തയ്യാറാക്കുക എന്ന നടപടി കടവ് കമ്മിറ്റികളിലൂടെ നേരത്തെ നടന്നിരുന്നതാണ്. ആ നടപടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ 2015 ഹരിത ട്രിബ്യൂണൽ ഒരു വിധി നടത്തുകയുണ്ടായി. ഒരു അക്രഡിറ്റഡ് ഏജൻസി DSR തയ്യാറാക്കി ആ സർവേ റിപ്പോർട്ട് അംഗീകരിച്ചാൽ മാത്രമേ അത് കൊടുക്കാനാകൂ എന്ന് പ്രഖ്യാപിച്ചു. ഇപ്പോൾ 14 ജില്ലകളുടെയും പിന്നെ ഡിസ്ട്രിക്ട് സർവേ റിപ്പോർട്ട് നമുക്ക് ലഭ്യമായി. ഹരിത ട്രിബ്യൂണലിൻ്റെ അംഗീകാരം 4 ജില്ലകൾക്കിപ്പോൾ ലഭ്യമായി. ബാക്കിയുള്ള ജില്ലകളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വേനൽക്കാലത്ത് തന്നെ നമുക്ക് വീണ്ടും പുഴയെ ബുദ്ധിമുട്ടിക്കാതെ എന്നാൽ പുഴയ്ക്ക് വെള്ളം സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള മണലെടുപ്പ് നടപടികൾക്ക് കടവ് കമ്മിറ്റികളിലൂടെ തന്നെ പോകാൻ പോവുകയാണ്. ജില്ലാതലത്തിൽ RMFുമായി ബന്ധപ്പെട്ട കമ്മിറ്റികൾ ഇപ്പോൾ രൂപീകരിച്ച് കഴിഞ്ഞു. മറ്റൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. അതിന് വലിയ തയ്യാറെടുപ്പാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. ആപ്താമിത്ര, സിവിൽ ഡിഫൻസ്, സന്നദ്ധ സംഘം, പഞ്ചായത്തുകളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ, അതിനുള്ള നടപടിക്രമങ്ങൾ, ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, എങ്ങനെയാണോ നമ്മൾ കേരളത്തിലെ മുഴുവൻ മനുഷ്യരെയും അക്ഷരം പഠിപ്പിക്കാനുള്ള സാക്ഷരത യജ്ഞം നടത്തിയത്, അതുപോലെ 2025 കേരളത്തിലൊരു ഡിസാസ്റ്റർ സാക്ഷരത, ദുരന്ത നിവാരണ സാക്ഷരത കേരളത്തിലെ മുഴുവൻ കുട്ടികളെ ഉൾപ്പെടെ പഠിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ളൊരു നടപടിക്ക് തുടക്കം കുറിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. വളരെ നന്ദി. എന്തായാലും ചോദ്യങ്ങൾ ഒരുപാട് എനിക്കും ബാക്കിയുണ്ട്, പക്ഷേ സമയം തീരുന്നു. പക്ഷേ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ നൂറ്റാണ്ടിൽ 2 പലായനങ്ങളാണ് കേരളം കണ്ടത്. ഒന്ന് തെക്ക് നിന്ന് വടക്കോട്ടായിരുന്നു, 2 ഇന്ത്യക്ക് പുറത്തേക്കായിരുന്നു. സമാനമായി ഇപ്പോൾ അന്ന് കയറിച്ചെന്നിടങ്ങളിൽ നിന്ന് ആളുകൾ തിരിച്ചിറങ്ങുന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. സ്വാഭാവികമായി ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ബൈബിൾ തന്നെയാണ്. ഇയ്യോബുമാർ ഓട്ടുകഷണങ്ങൾ കൊണ്ട് വൃണങ്ങൾ മാന്തി വേദന നിറഞ്ഞു നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് മന്ത്രിയുടെ പുതിയ വാക്കുകൾ വരുന്നത്.
സഫലമാവട്ടെ. താങ്ക് യു സർ. ബന്ധപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ട് ആധികാരികമായി സംസാരിച്ച വിശിഷ്ട വ്യക്തികൾക്ക് നന്ദി അറിയിക്കുന്നു.